കിട്ടിയത്. ആ വിവരങ്ങളാണ് ഈ കഴിഞ്ഞ 8-ാം തീയതി ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രഭാഷകർക്ക് കൈമാറിയത്. അതാണ് അവരിവിടെ സംസാരിച്ചത്. അപ്പോൾ മാന്യ സുഹൃത്ത് പറഞ്ഞത് പരിണാമ സിദ്ധാന്തത്തെ സംബന്ധിച്ചു ഇദ്ദേഹം അന്ന് ധാരാളം ചോദ്യരൂപേണയുള്ള പ്രസംഗങ്ങൾ നടത്തിയെന്നും അതിന് ഒന്നും തന്നെ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ്. അതിന് കാരണം അവർക്ക് ആ വിവരം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ ഞാനൊരു തിരുത്തൽ വരുത്താം. രണ്ടാമത് നടന്ന പോസ്റ്ററിൻ്റെ മെയിൻ ഹെഡിങ്ങിൻ്റെ ഏറ്റവും മേലെ മത മൗലികവാദികൾക്ക് മറുപടി എന്ന് വെച്ചുകൊണ്ടാണ് പോസ്റ്റർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിലോ അതൊന്നും ഒരു യുക്തിയില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. മറുപടി എന്ന് പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. അല്ല, മറുപടി തന്നെയാണ്. പക്ഷേ ഈ വിവരം കിട്ടിയത്, ഈ വിവരത്തിനുള്ള മറുപടിയും ആ വിവരം കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പരിണാമ സിദ്ധാന്തത്തെ സംബന്ധിച്ച് ഇയാൾ അല്ല യുക്തി തീരെ ഇല്ല എന്ന് പറഞ്ഞിട്ട് മുഴുവൻ യുക്തി ഇല്ലാതാക്കൊന്നും വേണ്ട. യുക്തിയുള്ള യുക്തി എല്ലാവർക്കും ഉണ്ട്, അതല്ല വിഷയം. ഈ യുക്തി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ചരക്കൊന്നുമല്ല. പിന്നീട് ഇദ്ദേഹം ഇവിടെ സംസാരിച്ചത് മാർക്സിസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ശക്തികളൊക്കെ തന്നെ ഇവിടെ ഇത് പറയുന്നത്. മാർക്സിസം മതവിരുദ്ധമല്ല എന്നാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിച്ചത്. അന്ന് മാർക്സിസം പറഞ്ഞിരിക്കുന്നത് മതം മനുഷ്യനെ വായിക്കുന്ന കറുപ്പാണെന്ന്. അത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആശയത്തിലേക്കുള്ള സമരത്തിനോ മറ്റോ വരാതെ ആളുകൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ മതവിശ്വാസികൾ ഉറങ്ങിക്കിടന്നതിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞായിരിക്കും അത്. അല്ലാതെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മാർക്സിസ്റ്റുകാരൊക്കെ ദൈവവിശ്വാസികളല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയില്ല. അപ്പോൾ ആ വാദം ശരിയല്ല എന്ന് അദ്ദേഹം ജബ്ബാർ മാഷ് പറഞ്ഞു. മാർക്സിസം മതവിരുദ്ധമായിട്ട് ഒന്നും പറയുന്നതായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഇദ്ദേഹം നിരന്തരമായി ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ചത് പ്രസംഗത്തിൽ ഉടനീളം സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിനും ലെനിനും ബ്രഷ്നേവും ഖ്രൂഷ്ചേവും ഇവരെല്ലാവരും കൂടെ എല്ലാവരും കൊണ്ടുകൊടുക്കുകയാണ്. ഇതൊക്കെ യുക്തിവാദികളാണ്. ലെനിനും സ്റ്റാലിനും ഒക്കെ ഏത് യുക്തിവാദിയുടെ ഭാരവാഹിയാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇവിടെ കേരള യുക്തിവാദി സംഘത്തെ സംബന്ധിച്ച് നമുക്കറിയുള്ളൂ. ഈ മത ഭരണം നടക്കുന്ന രാജ്യത്തോ അല്ലെങ്കിൽ മതവിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളോ ഇപ്പോൾ ഈ വർത്തമാന കാലത്ത് കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രജകളെയൊക്കെ. പലയിടത്തും മതത്തിൻ്റെ പേരിലൊക്കെ ആളുകളെ കൊല്ലുന്നുണ്ട്. അല്ല, ഈ മനുഷ്യനെ കൊല്ലുന്ന ആൾക്കാർ മുഴുവനും യുക്തിവാദികൾ. ഇവിടെ ഇപ്പോൾ പ്രതിപാദിച്ചത് അങ്ങനെയാണ്. പിന്നെ കുടുംബം എന്നുള്ള ആ സ്വകാര്യ സ്വത്ത് നിലനിൽക്കുന്ന രീതിയെ പറ്റി പറഞ്ഞു. കുടുംബം പൊളിക്കുന്നവരാണ് യുക്തിവാദികൾ എന്ന്. കുടുംബത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കി. അവിടെ കുടുംബം പൊളിച്ചുകൊണ്ട് എത്രയോ മതവാദികൾ ഇഷ്ടംപോലെ പെണ്ണും കെട്ടി കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഇട്ടെറിഞ്ഞ് പോയി. ധാരാളം സംഭവങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. യുക്തിവാദികളുടെ ജീവിതത്തിലൊന്നും അങ്ങനെ അവരൊന്നും കുടുംബത്തിൽ പെണ്ണ് കെട്ടിക്കാണ്ട് ആ പെണ്ണിനും കുട്ടികളെ ഇട്ടെറിഞ്ഞാണ്ട് പുറത്തേക്ക് പോയി പിന്നെ വേറെ പെണ്ണ് കെട്ടി അങ്ങനത്തെ സംഭവം. ഇതൊക്കെ നമ്മളൊരു അനുഭവ വിഷയങ്ങളാണ്. ഇതൊരുപാട് മറ്റേ പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ മതശാസ്ത്രമോ ഒന്നും എടുത്ത് പറയേണ്ട ഒരു വിഷയമൊന്നുമില്ല. അതുകൊണ്ടാണ് യുക്തിവാദം ഒരു ശരിയായ ജീവിതത്തിൻ്റെ ശരിയായ ഒരു ജീവിത രീതിശാസ്ത്രമാണ് എന്ന് അദ്ദേഹം ഇവിടെ പറയേണ്ട കാരണം. അങ്ങനെ യുക്തിവാദി പിന്നീട് താങ്കളുടെ ചോദ്യം ഒന്ന് ചോദിക്കുക. ചോദ്യം ഇനി വേണമെങ്കിൽ ഒരു വിശ്വാസി നിലനിൽക്കുന്നത് അവൻ മരിച്ചു പോയിട്ട് സ്വർഗത്തിൽ കിടക്കാനാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ ഈ ഖുർആന്റെ ചില പരിഭാഷ നോക്കിയപ്പോഴേ സ്വർഗം ലഭിക്കാനാണ് എന്നാണ്. മരണശേഷം സ്വർഗം ലഭിക്കും എന്നാണ് പറയുന്നത്, ജീവിതത്തിലല്ല. പക്ഷെ ഖുർആൻ പറയുന്നത് അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 107, 108 സൂക്തങ്ങളിൽ പറയുന്നത് ആകാശം ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം സൗഭാഗ്യവാൻ സ്വർഗത്തിലുമാണ്, ദുർഭാഗ്യവാൻ നരകത്തിലുമാണ്. അപ്പോൾ ആകാശം ഭൂമി ഇവിടെ നിലനിൽക്കണം. ലോകം അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചതിൻ്റെ ശേഷമൊന്നുമല്ല. അവ ആകാശത്തിൻ്റെ ഭൂമിയിലെ മേലെ ആകാശത്തിൻ്റെ താഴെ ജീവിക്കുമ്പോൾ മനുഷ്യൻ ദരിദ്രത്തിലായിരിക്കാം, സുഖത്തിലായിരിക്കാം. ഈ രണ്ട് വിഭാഗം ഉണ്ടാവും എന്നുള്ള ഖുർആൻ പറയുന്നില്ല. മരിച്ചു പോയതിൻ്റെ ശേഷം ഒരു സ്വർഗവുമില്ല, ഒരു നരകവുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെതായ കുറേ വിയോജിപ്പുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഒന്നാമതായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാൻ പരിണാമവാദത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അത് പറയാതിരുന്നത് ഇവിടെ ഉന്നയിച്ച വിമർശനങ്ങൾ അവിടെ പ്രസംഗിച്ചവർ അറിയാത്തത് കൊണ്ടാണ്. ശരിയായിരിക്കും, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു പരിപാടിക്ക് നമ്മൾ മറുപടി വെക്കുന്നു, ആ പ്രസംഗിച്ചയാളെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നു, അയാളെ വിമർശിക്കുന്നു. അയാൾ എന്താ പറഞ്ഞത് നമ്മൾക്ക് അറിഞ്ഞൂടാ, പിന്നെ എങ്ങനെ നമ്മൾ വിമർശിക്കും? ഇവിടെ എന്താണ് പറഞ്ഞത് എന്ന് അറിയാതെ എങ്ങനെ ഇവിടെ പറഞ്ഞതിന് മറുപടി പറയും?
ഇവിടെ അന്നത്തെ യുക്തിവാദി പ്രസംഗകർ അവരുടെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞത് എന്താണ് ഇവിടെ പറഞ്ഞതെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്തായിരിക്കും പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് ഊഹിക്കാം. കാരണം ഞങ്ങൾ കുറെ കാലമായിട്ട് ഇങ്ങനത്തെ പരിപാടിയെല്ലാം കേൾക്കുന്നവരാണ്. ഇത്തരം ഒരു അന്ധമായ മുൻധാരണയുടെ പുറത്തൊരു പരിപാടിക്ക് മറുപടി പറയുന്നതിലെ മൗഢ്യം, അതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ച അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെയൊന്നും സ്പർശിക്കാതെ അത് കേവലം ഒരു പരിണാമവാദത്തിന്റെ പ്രശ്നം മാത്രമല്ല, യുക്തിവാദം സമർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിച്ച മുഴുവൻ ആധാരങ്ങളെയും വളരെ വിശദമായി ഞാൻ പ്രശ്നവൽക്കരിച്ചിരുന്നു. അതിനെ ഒന്നും സ്പർശിക്കാതെ വേറെ വിഷയങ്ങളിലേക്ക് പോകാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഈ കേൾക്കാത്തതായിരിക്കാം. അങ്ങനെ കേൾക്കാതിരിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവാത്തതുള്ളൂ. നാം ഇവിടെ നമ്മുടെ ഒരു ആദർശപരമായ ശത്രുവാണെങ്കിൽ പോലും അയാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാവുകയും കേട്ട ശേഷം മറുപടി പറയുകയുമാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികളെന്ന് അവകാശപ്പെടുന്നവർ ചെയ്യേണ്ടത്. രണ്ടാമതായി, ഇവിടെ പരിണാമവാദവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് കേവലം ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒട്ടകം ഒരു അത്ഭുതമാണ്. അതെങ്ങനെയാണ് പരിണമിച്ചുണ്ടായത്? അതിന്റെ ഉത്തരം ഒട്ടകം പരിണമിച്ചുണ്ടായത് തന്നെയാണ്. വിശദീകരിക്കാൻ സമയമില്ല എന്നാണ്. പരിണാമവാദം വിശദമായി പറയാൻ സമയം ആവശ്യമുണ്ട് എന്നാണ്. ശരിയായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ പരിണാമവാദത്തെ വിമർശിക്കുന്ന പുസ്തകങ്ങൾ ഇറങ്ങിയിട്ട് എത്ര കാലമായി? ഇതിന് മറുപടി എഴുതാൻ എന്തുകൊണ്ട് സമയം കിട്ടുന്നില്ല? എത്ര ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു? എന്തുകൊണ്ട് മറുപടി എഴുതാൻ സമയം കിട്ടുന്നില്ല? എത്ര ഡോക്യുമെന്ററികൾ പുറത്തിറങ്ങി? അതിൽ സമർപ്പിക്കപ്പെട്ട വാദങ്ങൾ എന്തുകൊണ്ട് ചർച്ചക്കെടുക്കുന്നില്ല? വിശദമായി മറുപടി പറയേണ്ട കേവലം ഈ വാദങ്ങൾക്ക് തങ്ങളുടെ കയ്യിലുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ പോലും മറുപടി പറയാത്തത് എന്തുകൊണ്ട്? അതിന്റെ ഉത്തരം മറുപടി ഇല്ലാഞ്ഞിട്ട് എന്നാണ്. വിമർശനം കേൾക്കാഞ്ഞിട്ടും വിമർശനത്തിന് മറുപടി പറയാൻ സമയമില്ലാഞ്ഞിട്ടും എന്ന് പറയാം, അത് അംഗീകരിക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ കരുതാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഈ പുസ്തകങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട്, ഈ വാദങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ പറയപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നിനും അതിന് മറുപടി വരുന്നില്ല? യുക്തിവാദി പ്രസ്ഥാനത്തിന് ഇതിൽ ധാർമ്മികമായ ഒരു ബാധ്യത കൂടിയുണ്ട്. അതറിയുമോ? ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം, ജീവിവർഗങ്ങളുടെ ഉത്ഭവം എന്ന പുസ്തകം മലയാളത്തിലേക്ക് മൊഴിമാറ്റി പ്രസിദ്ധീകരിച്ചത് യുക്തിവാദികളാണ്. ഒരു ശാസ്ത്രജ്ഞനല്ല, ഒരു ശാസ്ത്ര സമിതിയല്ല, ഏതെങ്കിലും ശാസ്ത്ര സംഘടനയല്ല, ഒന്നുമല്ല. ഇന്ത്യൻ എത്തിയിസ്റ്റ് പബ്ലിഷേഴ്സ് ആണ് ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം മലയാളത്തിലേക്ക് മൊഴിമാറ്റി പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിൽ അതിന്റെ വക്താക്കൾ അവരാണ്, അതിന് സ്പോക്സ്മാൻ അവരാണ്. അതിന് നേരെ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് ധാർമ്മികമായി കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇവിടെ ആരെങ്കിലും മറുപടി പറയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയാനോ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് പറയാനോ ഒന്നുമല്ല. വളരെ വിനീതമായി നിങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് ഞാൻ ഇട്ടുതരാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇത്ര മാത്രമാണ്. ഇവിടെ കൊട്ടിഘോഷിച്ച് യുക്തിവാദം പ്രസംഗിക്കുന്നു. ആ യുക്തിവാദം അടിസ്ഥാനപരമായി പറയുന്നത് ദൈവമില്ല എന്നാണ്. ദൈവമില്ല എന്ന് പറയാൻ യുക്തിവാദത്തിന്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പരിണാമ സിദ്ധാന്തമാണ്. ആ പരിണാമ സിദ്ധാന്തത്തെ കടപുഴക്കുന്ന പ്രതിന്യായങ്ങൾ ഈ രീതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടും അതിനൊരു മറുപടി പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവമില്ല എന്ന് സമർത്ഥിക്കാൻ ഇവരുടെ ആരുടെയും കയ്യിലും ഒരു തെളിവുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമതായി, മാർക്സിസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇവിടെ ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിന്റെ വായനയുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാകാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ രണ്ടു കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് മാർക്സിസം മതവിരുദ്ധമല്ല എന്നാണ്. അതിന്റെ തെളിവ് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തവർ പലരും ദൈവവിശ്വാസമുള്ളവരാണ് എന്നും. അങ്ങനെയാകാം. നമ്മുടെ നാട്ടിലെ മതസംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ പലരും മതത്തിന്റെ അന്തസ്സത്ത് ഉൾക്കൊള്ളാത്തവരാണ്, മതവിശ്വാസം എന്താണെന്ന് അറിയാത്തവരാണ്, മതത്തിന്റെ പേരിൽ തോന്നിവാസങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നതാണ് മതം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഏത് ദർശനവും എന്താണ് എന്നും നമ്മൾ തീരുമാനിക്കേണ്ടത് ആ ദർശനത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലേക്ക് പോയിട്ടാണ്. മാർക്സിസത്തിന്റെ മതത്തോടുള്ള സമീപനം നമ്മൾ നിർണ്ണയിക്കേണ്ടത് ഏതെങ്കിലും മാർക്സിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ടല്ല, മാർക്സിന്റെയും ആംഗൽസിന്റെയും അടിസ്ഥാന ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയിട്ടാണ്. എന്താണ് മാർക്സും ആംഗൽസും പറഞ്ഞത്? മാർക്സും ആംഗൽസും ഒന്നാമതായി പറഞ്ഞത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. മാർക്സിസത്തെ കുറിച്ച് പഠിച്ചവർക്ക് മുഴുവൻ അറിയാം. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം സിദ്ധാന്തിക്കുന്നത് ദൈവത്തിനടക്കം പദാർത്ഥാതീതമായ യാതൊന്നിനും അസ്തിത്വമില്ല, എല്ലാം കേവലം കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും മാത്രമാണ് എന്നാണ്.
ദൈവത്തിനടക്കം. അപ്പോൾ എങ്ങനെ പ്രപഞ്ചമുണ്ടായി? വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പറയുന്ന ഉത്തരം പ്രപഞ്ചം ഇവിടെ എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടാവുകയും ചെയ്യും. എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടാവുകയും ചെയ്യും. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ വഴിയാണ്, പ്രപഞ്ചാതീതനായ പ്രപഞ്ച സൃഷ്ടാവിന്റെ ഇടപെടൽ വഴിയല്ല. ഇതാണ് മാർക്സിന്റെ ആധാരം. അവിടെ നിന്നാണ് മാർക്സ് തുടങ്ങുന്നത്. മാർക്സിന്റെ അവിടെ മുതൽ അങ്ങോട്ടുള്ള വിശകലനങ്ങളിൽ മുഴുവനും ഈ പദാർത്ഥവാദം തെളിഞ്ഞു കിടപ്പുണ്ട്. പദാർത്ഥേതരമായ ഒരു വസ്തുതയെയും അംഗീകരിച്ചുകൂടാ എന്ന ശാഠ്യമുണ്ട്. ഇവിടെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ കേവലം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നൊരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലല്ല ഇതൊന്നും പറയുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആളെ കിട്ടാത്തതാണ് എന്ന് ദയവ് ചെയ്ത് പറയരുത്. കാരണം മാർക്സ് അത് എഴുതിയത് എ ക്രിറ്റിക് ടു ഹെഗൽസ് ഫിലോസഫി എന്ന പുസ്തകത്തിലാണ്. ആ പുസ്തകത്തിൽ മാർക്സ് ഈ വാചകം എഴുതിയതിന്റെ തൊട്ടുമുകളിലും തൊട്ടു താഴെയുമുള്ള വാചകങ്ങൾ വായിച്ചവർക്കറിയാം, ഏതെങ്കിലും പ്രായോഗിക പ്രശ്നത്തിൽ നിന്ന് തലയൂരാനല്ല, തന്റെ ഒരു ദാർശനിക നിലപാട് വളരെ കൃത്യമായി സമർപ്പിക്കുകയാണ് കാൾ മാർക്സ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മാർക്സിസം മതവിരുദ്ധമല്ല എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. മാർക്സിസം മതവിരുദ്ധമാണ്. മാർക്സിസം മതവിരുദ്ധമാണ് കാരണം മാർക്സിസത്തിന് ദൈവത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ദൈവമല്ലെങ്കിൽ പിന്നെന്ത് മതം? ദൈവമില്ലെങ്കിൽ പിന്നെ എന്താണ് മതം? അവിടെ നിന്നാണ് ചർച്ചകൾ തുടങ്ങുന്നത്. ആ ദൈവമില്ലാതെ, സ്വർഗമില്ലാതെ, നരകമില്ലാതെ, പരലോകമില്ലാതെ, ധാർമ്മികതയില്ലാതെ പിന്നെ എന്ത് മതം? ഇതിൽ ഓരോന്നിലും മാർക്സിസത്തെ സംബന്ധിച്ചിടത്തോളം പരലോകം ഒരു കെട്ടുകഥയാണ്. ഈ ഭൂമിയിൽ ആളുകളെ ഇഹലോകത്തിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അവരെ പരലോകം പരലോകം എന്ന് പറഞ്ഞ് മയക്കി കിടത്താനുള്ള ഒരു ഉപകരണമാണ് മാർക്സിന്റെ വീക്ഷണത്തിൽ. അല്ല എന്ന് പറയാൻ കഴിയുമോ? എന്താണ് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വീക്ഷണം? ഞാൻ അവിടെ പറഞ്ഞു, കുടുംബം എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഒരു സ്ഥാപനമാണ്, അത് തകർക്കണം. മതവിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഞാൻ പറയുന്നത് അടിസ്ഥാനങ്ങളിൽ മുതൽ വിശദാംശങ്ങളിൽ വരെ മതത്തോട് 100% വിയോജിക്കുന്ന ഒരു ഭൗതിക പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. ഒരു മതവിശ്വാസിക്ക് ഒരിക്കലും അത് സ്വീകരിക്കാൻ കഴിയില്ല. എനിക്ക് മനസ്സിലാവാത്തതല്ല, ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ ഏതെങ്കിലും ഒരു അക്കാദമിക പണ്ഡിതൻ, മാർക്സിസത്തെ കുറിച്ച് വിവരമുള്ള ഏതെങ്കിലും ഒരു അക്കാദമിക പണ്ഡിതൻ ഇത്തരം ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും? നമ്മുടെ നാട്ടിൽ കേവലമായ ഒരു രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി ആരെങ്കിലും എന്തൊക്കെയോ പറയുന്നുവോ ഇല്ലേ എന്നതല്ല പ്രശ്നം. മാർക്സിസത്തെ കുറിച്ച് പഠിച്ച മാർക്സിസ്റ്റുകൾ ആരെങ്കിലും മാർക്സിസം മതവിരുദ്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? വലിച്ചു നീട്ടി ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട് പലരുടെയും പരാമർശങ്ങൾ. പക്ഷെ ആ പരാമർശങ്ങളുമായി വന്നാൽ എനിക്കുറപ്പാണ്, എനിക്ക് സമർത്ഥിക്കാൻ കഴിയും അവരതല്ല ഉദ്ദേശിച്ചത് എന്ന്. അതാരായാലും, ഇതിനു വേണ്ടി ഉദ്ധരിക്കപ്പെടുന്ന ആരുടെ വാക്കുകളായാലും, അത് ഇ പി തോംസന്റെ മുതൽ ഈ അന്റോണിയോ ഗ്രാംഷി വരെയുള്ള മാർക്സിസ്റ്റ് ബുദ്ധിജീവികളുടെ വാചകങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മാർക്സിസം മതവിരുദ്ധമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അവരാരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ കേരളം ഒന്ന് വിട്ട് മാർക്സിസത്തിന്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ട ക്യാമ്പസുകളിലേക്കൊന്ന് പോയി നോക്ക്. കേരളത്തിന് പുറത്ത് മാർക്സിസത്തിന്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ട, ആത്മാവ് ഉൾക്കൊണ്ട ക്യാമ്പസുകളിലേക്ക് പോ. അവിടെയുള്ള മാർക്സിസ്റ്റുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്ക് മതമുണ്ടോ? അവർക്ക് ദൈവമുണ്ടോ? അവരെന്താണ് പ്രചരിപ്പിക്കുന്നത്? അവർ എന്ത് തരം വാദങ്ങളാണ് ഉന്നയിക്കുന്നത്? ഏത് തരം ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ് അവർ നിലനിൽക്കുന്നത്? ഒന്ന് പരിശോധിക്ക്. നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ പരിമിതമായ വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കരുത്. എനിക്ക് മനസ്സിലാവാത്ത ഇതൊന്നുമല്ല, മാർക്സിസം മതത്തിനെതിരാണ്. അത് തുറന്നു പറഞ്ഞാൽ എന്താ പ്രശ്നം? മാർക്സിസം മതത്തിനെതിരാണ് എന്ന് പറയുക. മതവിശ്വാസികൾ പറയണം ഞങ്ങൾ മാർക്സിസത്തിനെതിരാണ്, മാർക്സിസ്റ്റുകൾ പറയണം ഞങ്ങൾ മതത്തിനെതിരാണ്. എന്നിട്ട് തല്ലുകൂടാനല്ല, കൊല്ലാനല്ല, ചോര ചിന്താനല്ല, പരസ്പരം സംവാദം നടത്തട്ടെ, പരസ്പരം സംവദിക്കട്ടെ, എന്നിട്ട് ഏതാണ് ശരിയെന്ന് തീരുമാനിക്കട്ടെ. അങ്ങനെ തീരുമാനിക്കുന്നതിന് പകരം ഇത് രണ്ടും ഒന്നു തന്നെയാണ് എന്ന കളവും കാപട്യവും നിറഞ്ഞ വർത്തമാനം നമ്മളാരും പറയരുത്. മൂന്നാമതായി, യുക്തിവാദികൾക്ക് മറുപടി പറയുമ്പോൾ എന്തിനാണ് മാർക്സിസ്റ്റുകളെ പറയുന്നത്? ഇവിടെ ഒന്നാമത്തെ പരിപാടിയെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഒന്നാമത്തെ പരിപാടിയിൽ പറഞ്ഞത്? ഞാൻ അവിടെ നടന്ന പ്രസംഗങ്ങൾ കേട്ടതാണ്. അതിന് മറുപടി പറയണം എന്നതുകൊണ്ട് തന്നെ, കേൾക്കാതെ മറുപടി പറയരുത് എന്നതുകൊണ്ട്. ആ പ്രസംഗത്തിൽ യുക്തിവാദത്തിന്റെ അടിസ്ഥാനങ്ങൾ വിശദീകരിച്ചിരുന്നു. ആ യുക്തിവാദത്തിന്റെ അടിസ്ഥാനങ്ങൾ വിശദീകരിച്ചെടുത്ത് ഒന്നാമതായി പറഞ്ഞത് കാൾ മാർക്സിന്റെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. രണ്ടാമതായി പറഞ്ഞത് മതത്തെ സംബന്ധിച്ച് മാക്സ് വെബറും അതുപോലെ തന്നെ ആംഗൽസ് അദ്ദേഹത്തിന്റെ പുസ്തക രചനക്ക് ആശ്രയിച്ച മോർഗനും ഉന്നയിച്ച വാദങ്ങൾ. മാർക്സിന്റെയും വെബറിന്റെയും മോർഗന്റെയും ആംഗൽസിന്റെയും സിദ്ധാന്തങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മതത്തിനെതിരെയുള്ള ന്യായങ്ങൾ മുഴുവൻ കെട്ടിപ്പടുത്തത്. ഇത് മാർക്സിസം യുക്തിവാദത്തിന് അന്യമാണ് എന്ന വാദം ഈ പറയുന്ന കലാനാഥമാഷ് അംഗീകരിക്കുമോ? തീർച്ചയായും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാർക്സിസത്തെ അംഗീകരിക്കാത്ത യുക്തിവാദികളുണ്ട്, കേരളത്തിലുണ്ട്, ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ലോകത്തെ ഭൗതികവാദികളിൽ ഏറ്റവും പ്രശസ്തനായ ഭൗതികവാദിയായിരുന്നു ബാർബാറ സ്മോക്കർ.
ഈ ബാർബാറ സ്മോക്കർ ഹ്യൂമനിസത്തിന്റെ വക്താവായിരുന്നു. ബർട്രാൻഡ് റസൽ, അദ്ദേഹം പ്രഗത്ഭനായ ഭൗതികവാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യൻ അല്ല എന്നാണ്. ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയല്ല, മതത്തിനെതിരെ അദ്ദേഹം എഴുതിയ ലേഖനം. ഈ ലേഖനം യുക്തിവാദി സംഘക്കാർ അവരുടെ യുക്തി ദർശനം എന്ന പുസ്തകത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതേ ബർട്രാൻഡ് റസലിന് വേറൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ പേര് വൈ ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് എന്നാണ്. ഞാൻ എന്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാൻ മതവിശ്വാസിയല്ല, പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റുമല്ല, ഞാൻ യുക്തിവാദിയാണ്. ഞാൻ ഒരു ദർശനത്തെയും, ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു ദർശനത്തെയും ഞാൻ അംഗീകരിക്കുന്നില്ല, എനിക്ക് എൻ്റെ സ്വന്തമായ കാഴ്ചപ്പാടുകളുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്, കേരളത്തിലുമുണ്ട്. പക്ഷെ അവരല്ല ഇവിടെ പരിപാടികൾ നടത്തിയത്. ഇവിടെ പരിപാടികൾ നടത്തിയത് കൃത്യമായ മാർക്സിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യുക്തിവാദത്തെ വികസിപ്പിച്ചെടുത്ത, മാർക്സിസ്റ്റ് ഭൂമികയിൽ നിന്നുകൊണ്ട് മതത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, പലപ്പോഴും മാർക്സിസ്റ്റ് സംഘടനകളുടെ പ്രവർത്തകരും നേതാക്കളുമായ, മാർക്സിസ്റ്റ് സംഘടനകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല ഉദ്ദേശിച്ചത്, മാർക്സിസത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മകളിൽ സജീവാംഗങ്ങളായ ആളുകളാണ് ഇവിടെ ഈ വാദങ്ങളുമായി കടന്നു വന്നത്. അവർക്ക് മാർക്സിസവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യതയില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ദൈവമില്ല എന്ന് യുക്തിവാദികൾ പറയുന്നു. എന്താണ് തെളിവ്? തെളിവ് പറഞ്ഞത് മാർക്സ് പറഞ്ഞു, ആംഗൽസ് പറഞ്ഞു, മോർഗൻ പറഞ്ഞു, വെബർ പറഞ്ഞു. ഇതാണോ തെളിവ്? അത് തെളിവാകണമെങ്കിൽ അവരുടെ ദർശനം ശരിയാകണം, ശാസ്ത്രീയമാകണം. അത് അബദ്ധമാണെന്ന് ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ച് സമർത്ഥിച്ചു. അതിന് മറുപടി പറയാൻ ബാധ്യതയില്ലേ? പിന്നെ സോവിയറ്റ് റഷ്യയിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്തമല്ല. പിന്നെ ആരാ പറയാ? ആരാണ് ഇതിന് മറുപടി പറയാ? മാർക്സിസ്റ്റുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് പറയാൻ കഴിയും ഇതിന്റെ മറുപടി? ആർക്കാണ് ഇതിന് ഉത്തരവാദിത്തം? സ്റ്റാലിൻ ഇത് ചെയ്തത് എന്തുകൊണ്ടാണ്? ലെനിൻ ഇത് ചെയ്തത് എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള ഈ പറയപ്പെട്ട സോവിയറ്റ് റഷ്യയുടെ ഭരണാധികാരികൾ, അത് മാത്രമല്ല ചൈനയിലും മാവോസേത്തും ചെയ്തത് എന്താണ്? കംബോഡിയയിൽ ഇവർ ചെയ്തത് എന്താണ്? ഇതുപോലുള്ള ഓരോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ നടന്ന കൂട്ടക്കുരുതികൾ എങ്ങനെ ഉണ്ടായി? ആ കൂട്ടക്കുരുതികളുടെ മുഴുവൻ പ്രത്യയശാസ്ത്രപരമായ പ്രചോദനം മാർക്സിസമായിരുന്നു. അത് മാർക്സിസത്തിന്റെയും ആംഗൽസിന്റെയും പുസ്തകങ്ങൾ വായിച്ചവർക്ക് അങ്ങനെയേ ആകാൻ കഴിയൂ. കാരണം ആ രീതിയിലാണ് മാർക്സും ആംഗൽസും വിപ്ലവത്തിന്റെ പദാവലി വിശദീകരിക്കുന്നത്. ഇത് പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഇവർക്കുണ്ട്. മൂന്നാമത് എന്താന്ന് വെച്ചാൽ, മതത്തിന് നേരെ ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണം എന്താണ്? ഒന്നാമത്തെ സെമിനാറിൽ മതത്തിന് നേരെ ഉന്നയിക്കപ്പെട്ട ആരോപണം എന്താണ്? ലോകത്തെ രക്തച്ചൊരിച്ചിലിന്റെ ആശയ സ്രോതസ് മതമാണ്. ലോകത്ത് കലാപങ്ങളുടെ ആശയ സ്രോതസ് മതമാണ്. മതം ഇല്ലാതാക്കണം, ഒരു മതരഹിത സമൂഹത്തിന് വേണ്ടി നാം പണിയെടുക്കണം. എന്തുകൊണ്ട്? മതം കലാപങ്ങൾക്ക് കാരണമാകുന്നു, മതം രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണമാകുന്നു. അതുകൊണ്ടാണ് എൻ്റെ മറുപടിയിൽ ഞാൻ ഭൗതികവാദത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ലോകത്ത് നടന്ന രക്തച്ചൊരിച്ചിലുകളുടെ നീണ്ട പട്ടിക സമർപ്പിച്ചത്. ഒന്നാമത്തെ സെമിനാറിൽ അത് മിണ്ടിയിട്ടേയില്ല. ഒന്നാമത്തെ സെമിനാറിലെ സംസാരങ്ങൾ മതമാണ് ലോകത്തെ സകല പ്രശ്നങ്ങളുടെയും നാരായ വേരെ എന്ന് സമർത്ഥിച്ച് കയ്യിൽ തന്ന് മതമില്ലാതാക്കിയാൽ ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ആ സമയത്താണ് നാം മതമല്ല, ഭൗതികവാദമാണ് ലോകത്തെ പ്രശ്നങ്ങളുടെ നാരായ വേരെ എന്ന് സമർത്ഥിച്ചുകൊണ്ട് മാർക്സിസത്തിന്റെ രക്തച്ചൊരിച്ചിലിന്റെ നീണ്ട കഥ സമർപ്പിച്ചത്. മാർക്സിസം മാത്രമല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അണുബോംബ് വിസ്ഫോടനങ്ങളുടെ ആശയ സ്രോതസ് ഭൗതികവാദമാണ്. അല്ല എന്ന് പറയാൻ കഴിയുമോ? ലോകത്ത് നടന്ന അതിക്രൂരമായ കൊളോണിയൽ അധിനിവേശങ്ങളുടെ ആശയ സ്രോതസ് ഭൗതികവാദമാണ്. ലോകത്ത് നടന്ന 2 ലോക മഹായുദ്ധങ്ങളുടെ ആശയ സ്രോതസ് ഭൗതികവാദമാണ്. അല്ല എന്നെങ്ങനെ പറയും? ആരാണ് ഇത് സംഘടിപ്പിച്ചത്? ആരാണ് അധിനിവേശങ്ങൾ സംഘടിപ്പിച്ചത്? ആരാണ് അണുബോംബ് നിർമ്മിച്ചത്? മുതലാളിത്തം എന്താണ്? ക്യാപിറ്റലിസം. ശുദ്ധമായ ഭൗതികവാദം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ പറയുന്ന പരിസ്ഥിതി ദുരന്തങ്ങൾ ആരുണ്ടാക്കി? ജീവജാലങ്ങളുടെ വംശനാശം ആരുണ്ടാക്കി? എവിടെ നിന്ന് വന്നു? മുഴുവൻ ഉണ്ടായത് മുതലാളിത്തത്തിൽ നിന്ന്. അതിന്റെ മറുവശമാണ് മാർക്സിസം. മാർക്സിസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതുപോലുള്ള രക്തച്ചൊരിച്ചിലുകൾ. ഇവിടെ മതമാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അല്ല, ഭൗതികവാദികൾ ഉണ്ടാക്കിയ പ്രശ്നം. അതിന് ഫലം ഉണ്ടായല്ലോ, നമ്മളത് പറഞ്ഞതിന് ഫലം ഉണ്ടായല്ലോ. പിന്നീട് മറുപടി പറഞ്ഞപ്പോ മതമാണ് പ്രശ്നം എന്ന് പറയുന്നതിന് കാരണം പറയുന്നതിന് പകരം ഭൗതികവാദികൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, കൂട്ടത്തിൽ മതക്കാരുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നല്ലോ. അത്രയെങ്കിലും വന്നത് സ്വാഗതാർഹമാണ്. വീണ്ടും ഞാൻ പറയുന്നു, മതവിശ്വാസികൾ ലോകത്ത് പ്രശ്നമുണ്ടാക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, മതത്തിന്റെ ആധാര ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിന്റെ സ്രോതസ് ഉദ്ധരിക്കാൻ കഴിയുമോ? ലോകത്ത് മുസ്ലിങ്ങൾ ഭീകരവാദികളാകുന്നു. ഖുർആനിൽ നിന്ന്, പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭീകരവാദികളാകുന്നത്. ഇന്ന വചനങ്ങൾ, ഇന്ന പ്രവാചകന്റെ നിലപാടുകൾ അത് ഭീകരവാദത്തിന് ആശയ സ്രോതസ്സാകുന്നു എന്ന് സമർത്ഥിക്കാൻ കഴിയുമോ?
മതവിശ്വാസികൾ വഴിപിഴച്ച് ജീവിക്കുന്നു. അതിന് മതത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നുള്ള ഇന്ന ഇന്ന വചനങ്ങൾ അടിത്തറയാകുന്നു എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. മതവിശ്വാസികൾ വഴിതെറ്റുന്നുണ്ടെങ്കിൽ അത് പ്രമാണങ്ങളിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ്. മതത്തിന്റെ സ്രോതസ്സുകളിൽ നിന്ന് അകന്ന് സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. എന്താണ് സ്വന്തം ഇച്ഛ? എന്താണ് സ്വന്തം ഇച്ഛ? ഒരു മതവിശ്വാസിക്ക് അറിയാം പടച്ചോനുണ്ട്, പരലോകമുണ്ട്, ഞാനൊരാളെ കൊന്നാൽ എന്നെ നാളെ പരലോകത്ത് വെച്ച് പടച്ചോൻ ചോദിക്കും എന്ന് മതവിശ്വാസിക്ക് അറിയാം. പക്ഷെ ആ വികാരം അവനിൽ നേർത്തു വരുന്നു. പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മ ഒരു നിമിഷത്തിൽ നഷ്ടപ്പെടുന്നു. അവൻ ഒരു നിമിഷത്തേക്ക് ഭൗതികവാദിയാകുന്നു, കൊലക്കത്തിയെടുക്കുന്നു. ഒരു നിമിഷത്തേക്ക് ഭൗതികവാദിയാകുന്നു, കൊലക്കത്തിയെടുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. കാരണം ഭൗതികവാദിയാകുന്ന നിമിഷത്തിൽ അവന് പടച്ചോനില്ല, പരലോകമല്ല, ചോദിക്കുന്നുള്ള പേടിയില്ല, അയാൾ തിന്മ ചെയ്യുന്നു. ഇവിടെ മതവിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ തിന്മകളുടെ പോലും സാക്ഷാൽ പശ്ചാത്തലം യഥാർത്ഥത്തിൽ മതവിശ്വാസം നേർത്തു പോവുകയും ഭൗതികവാദം അയാളുടെ മനസ്സിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ വസ്തുനിഷ്ഠമായി വിമർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ വിഷയങ്ങൾ ഈ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടി പണിയെടുക്കണം എന്ന് പറഞ്ഞു, അതാണ് ഖുർആൻ പറഞ്ഞത് എന്ന്. പക്ഷെ ഞാൻ പരലോകത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ഖുർആനിൽ പറഞ്ഞത് അതല്ല. ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ ഇത് പറഞ്ഞിരുന്നു. എന്തിനാണ് നമ്മൾ നമ്മുടെ ആശയങ്ങൾക്ക് ഖുർആനെ കൂട്ടുപിടിക്കുന്നത്? ഖുർആനിൽ പരലോകമില്ലേ? ഖുർആനിൽ സ്വർഗമില്ലേ? ഖുർആനിൽ നരകമില്ലേ? എത്ര വചനങ്ങൾ വേണം? എത്ര വചനങ്ങൾ? പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി നീക്കിവെക്കപ്പെട്ടതാണ്. 1/3 ഭാഗം സ്വർഗത്തെ സംബന്ധിച്ച വിശദമായ വർണ്ണനകൾ, നരകത്തെ സംബന്ധിച്ച വിശദമായ വിശദീകരണങ്ങൾ, വിചാരണയെ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ, പരലോകമില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടികൾ. ഖുർആനിന്റെ ഒരു അന്തസത്ത തന്നെ യഥാർത്ഥത്തിൽ പരലോകത്തിലുള്ള വിശ്വാസമാണ്. ഈ പരലോകത്തിലുള്ള വിശ്വാസം ഖുർആനിലില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെ? എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെ സുഹൃത്ത് ഉദ്ധരിച്ച ആയത്ത് ഞാൻ പരിശോധിച്ചിട്ടില്ല, പരിശോധിക്കണം. ആ വചനത്തിൽ ഏതായാലും പരലോകത്ത് നിഷേധിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ആ വചനം എന്താണ് അതിന്റെ ആശയം എന്ന് സഹോദരൻ മനസ്സിലാക്കി കൊടുത്തുള്ള തകരാറാകാം. അത് പരിശോധിച്ച ശേഷം എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആ ആയത്ത് പോകട്ടെ. എത്ര ആയത്തുകളുണ്ട് ഖുർആനിൽ? ഈ ഖുർആനിലെ ഈ ആയത്തുകളിലൊന്നും പരലോകമില്ല, സ്വർഗമില്ല, നരകമില്ല എന്ന് പറയാൻ കഴിയുമോ? നമ്മളൊരു ആയത്തിന്റെ ഒരു കഷ്ണം ധരിച്ചിട്ട് ഇവിടെ ഖുർആനിൽ സ്വർഗമില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള ആയത്തുകൾ, നമ്മുടെ ഒരു സത്യസന്ധത എവിടെയാണ് ചോർന്നു പോകുന്നത്? ഒരു ഭൗതികമായ സത്യസന്ധത. നമ്മളൊരു ആശയം പറയുമ്പോൾ അതിനൊരു സത്യസന്ധത വേണ്ടേ? ഖുർആനിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഖുർആനിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാമെന്നിരിക്കെ നമ്മൾ എന്തിനങ്ങനെ പറയണം? ഞാൻ പറയുന്നു, നമുക്ക് പരലോകത്തിൽ വിശ്വാസമില്ലെങ്കിൽ പറയാം എനിക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. പക്ഷെ നീ ഖുർആനെ കൂട്ടുപിടിക്കുന്നത് എന്തിന്? കഴിഞ്ഞ തവണ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ദൈവമല്ല എന്ന് ഒരാൾക്ക് പറയാം, പക്ഷെ അതിനെന്തിന് ഖുർആനെ കൂട്ടുപിടിക്കണം? ഖുർആനിൽ ദൈവമില്ല എന്ന് പറയുന്നത് എന്തിന്? ഖുർആനിൽ ദൈവമുണ്ട്, അത് 100% ഉറപ്പാണ്. നമ്മൾക്ക് ആ ഖുർആൻ ഇഷ്ടമല്ലെങ്കിൽ ഖുർആൻ മാറ്റിവെക്കുക, എന്നിട്ട് യുക്തിവാദിയാക്കുക. അതല്ലാതെ ഖുർആൻ കൂടെ കൊണ്ടു നടത്തിട്ട് എന്റെ ആശയങ്ങൾക്ക് മുഴുവൻ ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ദയവ് ചെയ്ത് പോകരുത്. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള വ്യഗ്രത ഖുർആനെ പിടിച്ച് എങ്ങനെയെങ്കിലും യുക്തിവാദിയാക്കണം. ആ നാട്ടുകാരുടെ മുന്നിൽ നമ്മൾക്ക് നല്ലൊരു മുഖം ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറയുന്നു, ആ മുഖം നമുക്ക് വേണ്ട. എന്താണ് ആ മുഖം? ഒരു ധാർമ്മികതയും ഇല്ലാത്ത സകലവിധ തോന്നിവാസങ്ങൾക്ക് ലൈസൻസ് നൽകുന്ന ഒരു മുഖം, മനുഷ്യനെ കേവലം ഒരു ജന്തുവായി സങ്കല്പിക്കുന്ന ഒരു മുഖം, മനുഷ്യനൊരു മൂല്യബോധം ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മുഖം, ലോകത്ത് മഹായുദ്ധങ്ങളും അണുവിസ്ഫോടനങ്ങളും ഉണ്ടാക്കിയ ഒരു മുഖം, ലോകത്ത് കൂട്ടക്കൊലകൾ സംഘടിപ്പിച്ച ഒരു ആദർശം. അത് എന്തിനാ ഖുർആന്റെ ഗതിക്ക് കൊണ്ടുവന്നിട്ട് ഖുർആന്റെ നല്ല പേര് എന്തിനാണ് നമ്മൾ കളയുന്നത് എന്നാണ് എന്റെ സംശയം. ഇവിടെ ഒരിക്കൽ കൂടി ഇവിടെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വസ്തുനിഷ്ഠമായി നമ്മൾ കാര്യങ്ങളെ പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ, വളരെ വിനീതമായി ചോദിക്കട്ടെ, വളരെ വിനീതമായി. ഇവിടെ യുക്തിവാദത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പരലോകമില്ല എന്ന് പറയുന്നു, പടച്ചോനില്ല എന്ന് പറയുന്നു. പടച്ചവനില്ല എന്നതിനും പരലോകമില്ല എന്നതിനും യുക്തിവാദികൾ സമർപ്പിച്ച തെളിവുകളെ മുഴുവൻ, അതിന്റെ ആധാരങ്ങളെ മുഴുവൻ ഞാൻ വിശകലനം ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് ആ രീതിയിൽ നമ്മുടെ ചോദ്യങ്ങൾ കടന്നു വരാത്തത്? എന്റെ വാദങ്ങളിൽ എന്തുകൊണ്ടാണ് തൊടാത്തത്? നമ്മൾ എന്തിനാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്? ഇത്രയും ദുർബലമാണോ നമ്മുടെ ആദർശം? നമ്മൾ ആലോചിച്ചു നോക്കി. യുക്തിവാദത്തിന്റെ അടിത്തറകളായി നിലനിൽക്കുന്ന ആശയങ്ങളിലാണ് ഞാൻ തൊട്ടത്. പരിണാമ സിദ്ധാന്തത്തെ ഞാൻ പ്രശ്നവൽക്കരിച്ചു. മാർക്സിയൻ ഭൗതികവാദത്തെ ഞാൻ പ്രശ്നവൽക്കരിച്ചു. ആധുനിക ശാസ്ത്രത്തോടുള്ള യുക്തിവാദത്തിന്റെ സമീപനത്തെ ഞാൻ പ്രശ്നവൽക്കരിച്ചു. യുക്തിവാദത്തിന്റെ മൂല്യസങ്കല്പത്തെ ഞാൻ അതിശക്തമായി വിമർശിച്ചു. എന്തുകൊണ്ട് അതിൽ തൊടുന്നില്ല?
അതിൽ തൊട്ടാൽ യുക്തിവാദം സമർത്ഥിക്കാൻ കഴിയില്ല എന്ന ധാരണ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അടിത്തറകൾ ദുർബലമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഞാനിവിടെ പറഞ്ഞെന്താ വെച്ചാൽ ഈ ചോദ്യം ചോദിച്ച ആളുകൾ യുക്തിവാദികളാവണമെന്നില്ല, ആ അർത്ഥത്തിലല്ല. അതല്ല എന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ കേരളത്തിൽ ഈ നടക്കുന്ന പരിപാടികൾ, ആ പരിപാടികളിൽ എന്തുകൊണ്ട് മൗലിക പ്രാധാന്യമുള്ള ഈ പ്രശ്നങ്ങളെ തൊടുന്നില്ല? പിന്നെ സദാചാരത്തിന്റെ പ്രശ്നവും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് യുക്തിവാദം സദാചാര വിരുദ്ധമാണ് എന്ന് ഞാൻ പറയുന്നു. ഞാൻ വെറുതെ യുക്തിവാദികൾ സദാചാരരഹിതരാണെന്ന് പറയല്ല ചെയ്തത്, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും യുക്തിവാദികൾ അധാർമികമായി ജീവിക്കുന്നവരാണ് എന്ന് പറയല്ല ചെയ്തത്. യുക്തിവാദം എന്തുകൊണ്ട് സദാചാര വിരുദ്ധമാണ് എന്ന് ഞാൻ വിശദമായി പറഞ്ഞു. അതിന്റെ ആദർശപരമായ അടിത്തറകൾ പറഞ്ഞു, അതിന്റെ പ്രായോഗികമായ ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിനോട് സംവദിക്കാതെ നമ്മൾ വേറെ തലത്തിലേക്ക് ഞാൻ കാണുന്നവർ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നെല്ലാം പറയുന്നത്, അത് ആ തരത്തിലുള്ളൊരു ചർച്ചയല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന. അല്ലെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ യുക്തിവാദികളെല്ലാം നല്ല മനുഷ്യന്മാരാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചീത്ത മനുഷ്യന്മാരാണോ എന്നൊരു ചർച്ചയല്ല. ഇതൊരു ആദർശപരമായ ചർച്ചയാണ്. ഞാൻ വ്യക്തിപരമായി ആരെയും ആക്രമിച്ചിട്ടില്ലല്ലോ. ഇവിടെ സംസാരിച്ച ആരെങ്കിലും വ്യക്തിപരമായി മോശമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവരെ ആരെയും ഞാൻ തേജോവധം ചെയ്തിട്ടില്ലല്ലോ. കാരണം അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം രണ്ട് ആദർശങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. ആ ആദർശങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ കൊണ്ടുവരരുത്. അതിന് പ്രസക്തിയില്ല. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം എന്ന അപേക്ഷ. അടുത്ത ചോദ്യം. എൻ്റെ പേര് അബ്ദുൽ നിസാം, ഞാൻ കോട്ടക്കൽ സ്വദേശിയാണ്. ആദ്യമായിട്ട് ഞാൻ താങ്കൾ ലാസ്റ്റ് പറഞ്ഞതിനോടൊരു വിയോജിപ്പ് എനിക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം എനിക്ക് ചോദ്യത്തിലേക്ക് വരാം. കാരണം താങ്കൾ പറഞ്ഞത് ദൈവം ഉണ്ടെങ്കിലേ മതമുള്ളൂ എന്നാണ്. അങ്ങനെ ആവുമ്പോഴേ അതിനൊരു പ്രസക്തിയുള്ളൂ എന്നാണ്. അങ്ങനെയെങ്കിൽ ബുദ്ധനും ജൈനനും ഇവിടെ അവരുടേതായ തത്വങ്ങളും കൽപ്പനകളോട് കൂടി രണ്ട് മതങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട്. ബുദ്ധമതവും ജൈനമതവും ദൈവത്തെക്കുറിച്ച് പരാമർശിച്ചിട്ട് പോലുമില്ല. അവർക്ക് കൽപ്പനകളും തത്വങ്ങളും അതിൻ്റെതായ സദാചാര മൂല്യങ്ങളോടും കൂടി അവരിവിടെ ജീവിക്കുന്നുണ്ട്. ആ ഒരു ഇത് കാണാതെ പോകരുത്. വെറും സെമിറ്റിക് മതങ്ങൾ മാത്രമാണ് മതം, അല്ലെങ്കിൽ അത് മാത്രമാണ് ശരി, അത് മാത്രമാണ് ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അത് താങ്കളുടെ സങ്കുചിത മനോഭാവമാണ് എന്ന് എനിക്കും ഇവിടുത്തെ ഓഡിയൻസിനും മനസ്സിലാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് ഒരു സാധാരണ ഒരു മുസ്ലിമായിട്ടാണ് അദ്ദേഹവും ജനിച്ചത്. അങ്ങനെ പരമ്പരയായിട്ട് ഇത് ചെയ്യുന്നു. പക്ഷേ എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ രണ്ട് പെങ്ങന്മാരും ജീവിച്ചിരിക്കെ എൻ്റെ പിതാവിൻ്റെ പിതാവ് മരണപ്പെട്ടു. അതായത് എൻ്റെ വല്യുപ്പ മരണപ്പെട്ടു. അതോടൊപ്പം എൻ്റെ പിതാവിൻ്റെ വലിയുപ്പ, അതായത് എൻ്റെ പിതാമഹൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിലെ ഭൂസ്വത്ത് നിയമം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ശരീഅത്തുപരമായും മറ്റു രീതിയിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, പിതാവ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക്, അതായത് പ്രത്യേകിച്ചും വലിയപ്പ ജീവിച്ചിരുന്നാൽ പ്രത്യേകിച്ചും ആ കുട്ടികൾക്ക് ഇസ്ലാമിൽ സ്വത്തിന് അർഹരല്ല, അവർക്ക് സ്വത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് നിയമം. ഈ നിയമത്തെ ബേസ് ചെയ്തുകൊണ്ട് എൻ്റെ കുടുംബത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പിതാവിന് നിയമപരമായിട്ട്, എൻ്റെ പിതാവിനും പെങ്ങന്മാർക്കും നിയമപരമായിട്ട് സ്വത്ത് കൊടുക്കേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജീവിച്ചിരിക്കെ അവരുടെ വാപ്പ മരിച്ചു, അതോടൊപ്പം അവരുടെ വലിയുപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ എൻ്റെ ഈ മതത്തിൻ്റെ ഈ ഒരു ഫിലോസഫി, അതായത് ഈ തത്വസംഹിത പുറന്തള്ളിക്കൊണ്ട് എൻ്റെ പിതാമഹൻ വിശാല മനസ്കത കാണിച്ചു. കാരണം എന്താ വെച്ചാൽ എൻ്റെ പിതാവിനും എൻ്റെ പിതാവിൻ്റെ പെങ്ങന്മാർക്കും സ്വത്ത് കൊടുത്തു. ആ സ്വത്ത് കൊടുക്കലിൽ എൻ്റെ പിതാവിൻ്റെ ഇളാപ്പ, അതായത് പിതാമഹൻ്റെ നേരെ മകൻ എൻ്റെ വല്യപ്പായൻ്റെ അനിയൻ അദ്ദേഹത്തിന് എതിരായി. അതുവഴി കുടുംബ കലഹങ്ങൾ നടന്നു. എൻ്റെ കുടുംബം മൊത്തത്തിൽ ശിഥിലമായി. ഇസ്ലാമിൻ്റെ ഈ ഒരു ഭൂസ്വത്ത് നിയമമാണ് എൻ്റെ കുടുംബത്തെ ശിഥിലമാക്കിയത് എന്ന് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തോട് പറയാൻ കഴിയും. ഇനിയും മറ്റൊരു കാര്യം, എൻ്റെ 1.5 വയസ്സിൽ എൻ്റെ ഈ പറഞ്ഞ പിതാമഹൻ എൻ്റെ 1.5 വയസ്സിൽ എൻ്റെ ഉമ്മയെ തൊലാക്ക് ചൊല്ലി, അതായത് ഡൈവേഴ്സ് ചെയ്തു, മൊഴി ചൊല്ലി. അതിനുശേഷം അദ്ദേഹം 5 കല്യാണം കഴിച്ചു. ഇന്ന് 5ാമത്തെ കല്യാണത്തിലും അതിലുണ്ടായ ഒരു കുട്ടിയിലുമാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇസ്ലാമിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു, ശ്രീ മുസ്തഫ തൻവീറിനോട് ഞാൻ പ്രത്യേകം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം താങ്കൾ പറഞ്ഞത് പുരുഷനെ അവനെ എന്താ പറയുക ഒരു ചങ്ങലക്ക് ബന്ധിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ഭദ്രത സൂക്ഷിക്കാൻ, സ്ത്രീക്ക് സംരക്ഷണം നൽകാൻ, അവളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ, അവൾക്ക് നീതി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞത് പുരുഷനെ ഒരു കവചമാക്കി സംരക്ഷകനാക്കി അവനെ തളച്ചിട്ടിരിക്കുക എന്നാണ്. എന്നാൽ ഞാൻ പറയുന്നു, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞത് തീർത്തും അബദ്ധമാണ്. കാരണം നിങ്ങൾ എന്തൊക്കെയോ ഉദ്ധരിച്ച് എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ, കാരണം
പുരുഷൻ ആധിപത്യത്തോട് കൂടിയിട്ടാണ് ഇസ്ലാം മതം ഉണ്ടായിട്ടുള്ളത്. കാരണം അത് പറയാൻ കഴിയുന്നത് പുരുഷന് ഏറ്റവും 3, 4 കല്യാണം കഴിക്കാം എന്നത് ഇതേ ഇസ്ലാം മതത്തിൽ ആധികാരികമായിട്ട് രേഖകളോട് ഖുർആനിലും ഹദീസിലും പറയുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യ വസ്തുതയാണ്. അപ്പോൾ ഇതിന് താങ്കൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് ഇരകളെ, അതായത് ഒരു പിതാവ് ജീവിച്ചിരിക്കെ അല്ലെങ്കിൽ പിതാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിലുള്ള മക്കള് അനാഥകളാണ്, അതായത് യത്തീമാണ് എന്നാണ് ഇസ്ലാമിക അത് പറയുന്നത്. പക്ഷേ പിതാവ് സ്ത്രീകളുടെ, അതായത് വീണ്ടും വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും 4 കല്യാണം പ്രത്യേകിച്ചും കഴിക്കാൻ വേണ്ടി അവൻ്റെതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതേപോലെ സ്ത്രീകളെ ചവച്ചു തുപ്പുന്ന രീതിയിൽ, മക്കളെ വലിച്ചെറിയുന്ന രീതിയിൽ, അതിലുണ്ടായ മക്കളെ പോലും നോക്കാതെ ഇത് ചെയ്യാതെ. കാരണം എൻ്റെ പിതാവ് എൻ്റെ 1.5 വയസ്സിൽ എന്നെയും എൻ്റെ ഉമ്മയെയും എൻ്റെ താഴെയുള്ള പെങ്ങളെയും ഒഴിവാക്കിയപ്പോൾ ഇന്ന് ഞാൻ 28ാമത്തെ വയസ്സിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്ന് വരെയായിട്ട് ആ പിതാവ് ഒന്ന് എന്നെ എൻ്റെ കുടുംബത്തെയും എൻ്റെ ഉമ്മയെ എൻ്റെ പെങ്ങളെ ഒന്ന് നോക്കാൻ പോലും, അതിൻ്റെതായ ചെലവിന് തരാൻ പോലും, അതിൻ്റെതായ ഒരു നീതി, ജസ്റ്റ് ഒരു സ്നേഹ വാക്ക് പോലും പറയാൻ എൻ്റെ പിതാവ് എന്നോടോ എൻ്റെ കുടുംബത്തോടോ തയ്യാറായില്ല. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് സ്ത്രീക്ക് ഇസ്ലാം വലിയ അവകാശങ്ങളാണ് കൊടുത്തത്, സ്ത്രീക്ക് വലിയ സംരക്ഷണമാണ് കൊടുത്തത്, അവളുടെ നീതി ഉറപ്പിക്കാൻ അവൾക്ക് മൂടുപടം കൊടുത്തു എന്നൊക്കെ നിങ്ങൾക്ക് വായ്ത്തോരാതെ പറയാൻ കഴിയും. പക്ഷേ ജീവിതം കൊണ്ട് എന്നെ പോലത്തെ ഇരകളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിൽ തെളിയിക്കുന്നുണ്ട്. ഒരുപാട് കെട്ടിയ ആളുകൾക്ക് മുമ്പിൽ എന്താ പറയാ, യത്തീമെന്ന ലേബൽ പോലും ഇല്ലാതെ ഡൈവേഴ്സിന്റെ, അതായത് അതിന്റെ ഭാരം പേറി. അത് മാത്രമല്ല, ആ രീതിയിൽ ഒരു സ്ത്രീയെ ഒഴിവാക്കപ്പെട്ടാൽ അവൾ മോശക്കാരിയാണ് ഈ സമൂഹത്തിൽ. ഇത്തരം ഇരകൾക്ക്, അതായത് പുരുഷൻ എന്ന് പറയുന്ന വേട്ടക്കാരന് വേണ്ടി സൃഷ്ടിച്ച മതമാണ് എന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയേണ്ടി ഒരു ഇസ്ലാം അതാണെന്ന്. ഒരുപാട് ഇരകളെ സൃഷ്ടിച്ച മതമാണ് ഇസ്ലാം. ഒരുപാട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഇത്തരം ഇരകൾക്ക് വേണ്ടി മാത്രം ഇത് ചെയ്ത നിയമനിർമ്മാണം നടത്തിയ ഒരു മതമാണ് ഇസ്ലാം എന്ന് എൻ്റെ ജീവിതം കൊണ്ട്, ഇവിടുത്തെ വിശ്വാസികൾ എൻ്റെ മേലെ ചാടി വീണാൽ പോലും, എൻ്റെ കഴുത്തിന് മുകളിൽ എൻ്റെ തല തെറിച്ചാൽ പോലും എനിക്കത് ആ സത്യം എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് പറഞ്ഞ് തീർച്ചയായിട്ടും ഇവിടുത്തെ സമൂഹത്തിന് മുമ്പിൽ തലയുയർത്തി പിടിച്ച് നിൽക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രീ മുസ്തഫ തൻവീറിൽ നിന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം ആഗ്രഹിക്കുന്നത്. അതിന് ആധികാരികത വേണം എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. ഇവിടെ സുഹൃത്തിന്റെ വികാരങ്ങളെ ഞാൻ മാനിക്കുന്നു. അല്ല, എന്താണ് ഇങ്ങനെ? ഞാൻ പറഞ്ഞ വികാരം എന്ന് പറഞ്ഞൊരു മോശം കാര്യമൊന്നുമല്ല. മനുഷ്യന്റെ വൈകാരികത എന്ന് പറഞ്ഞാൽ പടച്ചവൻ കൊടുത്തതാണ്. നമ്മൾക്ക് തിക്തമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് വൈകാരികമായി നമ്മൾ പറയും, അത് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ സംസാരം വൈകാരികമാണെന്നല്ല, സുഹൃത്തിന്റെ കൺസേൺസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ല സംസാരത്തിന്റെ കാര്യമല്ല. ഇത്രയും തിക്തമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വരുന്ന ഒരാൾ സ്വാഭാവികമായും വൈകാരികമായി സംസാരിക്കും, അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ സുഹൃത്ത് പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ അത് ചെയ്തു, ഇത് ചെയ്തു, നിങ്ങൾ ഇസ്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ സമ്മതിക്കൂല. കാരണം എൻ്റെ പിതാവ് എന്നോട് അങ്ങനെയൊന്നുമല്ല ചെയ്തത്. ഇവിടെ സുഹൃത്തിന്റെ പിതാവിനെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്, ഞാൻ ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിച്ചത്. സുഹൃത്തിന്റെ പിതാവാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കരുത് ദയവ് ചെയ്ത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കരുത്. ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ആദർശത്തെ വിലയിരുത്താൻ പാടില്ല നമ്മൾ ഒരിക്കലും. അത് വിവേകമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എനിക്ക് ഒരു ആമുഖം എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കണം എന്ന് തോന്നുന്നത്, പിന്നെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബുദ്ധമതവും ജൈനമതവുമായി ബന്ധപ്പെട്ട ചില പരാമർശം. എന്നുവെച്ചാൽ മതം എന്ന് പറഞ്ഞാൽ എന്തിനേയും വിളിക്കാം. മതം എന്നുള്ള മലയാള വാക്കിന് അഭിപ്രായം എന്നാണ് അർത്ഥം, നേർക്കുനേർ അർത്ഥം. ഒരു അഭിപ്രായത്തെ മതം എന്ന് വിളിക്കാം, ഒരു നിലപാടിനെ വിളിക്കാം. അതാണ് നമ്മൾ സാധാരണ, അതാണ് പണ്ഡിത മതം എന്നല്ല പറഞ്ഞാൽ അതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നാണ് അർത്ഥം. അപ്പോൾ പ്രപഞ്ചത്തെയും ജീവിതത്തെയും സംബന്ധിച്ച പ്രത്യേകമായൊരു വീക്ഷണത്തെ അല്ലെങ്കിൽ വീക്ഷണങ്ങളുടെ സമാഹാരത്തെ നമുക്ക് മതം എന്ന് വിളിക്കാം. പക്ഷെ ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, മതം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് പഠിപ്പിക്കുകയും ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് സൂചിപ്പിക്കുകയും ആ സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ജീവിത ദർശനത്തെയാണ് ഞാൻ മതം എന്ന് വിളിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത്തരമൊരു മതത്തിന് ദൈവമില്ലെങ്കിൽ പ്രസക്തിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം. പിന്നെ ശ്രീബുദ്ധന്റെ എല്ലാം വലിയ ചർച്ചയാണ്. എന്താ വെച്ചാൽ ശ്രീബുദ്ധനും ജൈനനും എല്ലാം അവരുടെ മതവിശ്വാസം അവർ യുക്തിവാദികളായിരുന്നോ എന്നെല്ലാം നമുക്ക് പഠിക്കാനുള്ള സ്രോതസ്സുകൾ വളരെ പരിമിതമാണ്. ഒന്നാമതായി വളരെ പരിമിതമാണ്. അവരുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസങ്ങളെയോ അവരുടെ അധ്യാപനങ്ങളെയോ കുറിച്ച് കൃത്യമായ ചരിത്ര സ്രോതസ്സുകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ ആധികാരികമായി നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല.
പക്ഷെ വളരെ ചെറിയൊരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. ശ്രീബുദ്ധൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഈ ആചാരക്രമങ്ങളെല്ലാം അദ്ദേഹം നിർദ്ദേശിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് ശ്രീബുദ്ധൻ ഈ ആചാരക്രമങ്ങളെല്ലാം നിർദ്ദേശിച്ചത്? നിർവ്വാണം പ്രാപിക്കാൻ വേണ്ടി. എന്താണ് നിർവ്വാണം? നിർവ്വാണം നമുക്കറിയാം, പുനർജന്മ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് നിർവ്വാണം ബുദ്ധന്റെ വീക്ഷണത്തിൽ. എന്താണ് പുനർജന്മ ചക്രം? മരണത്തിന് ശേഷം മനുഷ്യൻ ഒന്നായി ജനിക്കുന്നു, അത് വേറൊരു സൃഷ്ടിയായി ജനിക്കുന്നു, വേറൊരു സൃഷ്ടിയായി ജനിക്കുന്നു, ഇതൊരു ചക്രമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ചക്രത്തിൽ നിന്നുള്ള പുറത്തു കടക്കലാണ് നിർവ്വാണം. ആ നിർവ്വാണം പ്രാപിക്കാനാണ് നമ്മൾ ആചാരങ്ങൾ, ഈ അനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടത് എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇതൊരു യുക്തിവാദമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ പുനർജന്മം എന്ന ഹൈന്ദവ സങ്കല്പത്തെ ബുദ്ധൻ ഒന്നാമതായി സ്വാംശീകരിക്കുന്നു. ബുദ്ധൻ ശരിക്കും പറഞ്ഞാൽ പുനർജന്മത്തിനും ജാതി വ്യവസ്ഥക്കും എതിരെയാണ് സംസാരിച്ചത്. പക്ഷെ നിർവ്വാണത്തെ ഒരു ലക്ഷ്യമായി നിശ്ചയിക്കുന്നതോടുകൂടി അദ്ദേഹം ഈ പുനർജന്മ ചക്രത്തെയും ആ പുനർജന്മ ചക്രം നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തെയും അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് കഴിയുന്നത്. ഇവിടെ അതിന്റെ സദാചാരത്തെക്കുറിച്ച് പറഞ്ഞു, തീർച്ചയായും പഠിക്കപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, സന്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവം പഠിപ്പിച്ചൊരു ഏർപ്പാടല്ല. മനുഷ്യന് ദൈവം നൽകിയ നൈസർഗികമായ വാസനകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണിത്. ലൈംഗികത എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ നിന്ന് ഒളിഞ്ഞോടി തപസ് അനുഷ്ഠിച്ചിട്ടാണ് ആത്മീയമായ മുക്തി പ്രാപിക്കേണ്ടത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് ബുദ്ധന്റെ അഭിപ്രായമാണ്. ആ ബുദ്ധന്റെ അഭിപ്രായമാണെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചൊരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം പഠിപ്പിക്കാത്ത ആശയങ്ങൾ പലതും അദ്ദേഹത്തിലേക്ക് ആരോപിക്കപ്പെട്ടിട്ടുണ്ടാകാം ചരിത്രത്തിൽ. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ബുദ്ധമതത്തിന്റെ അടിസ്ഥാനങ്ങളെ പടച്ച തമ്പുരാന്റെ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആദ്യമായി സൂചിപ്പിക്കണം. രണ്ടാമതായി ചോദ്യത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സുഹൃത്തിന്റെ ചില ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിലെ ദായക്രമം, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ അദ്ദേഹത്തിന് പ്രതികൂലമായി വന്നു. ഇതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ. ഒന്നെന്താന്ന് വെച്ചാൽ, ഇസ്ലാം വലിയൊരു സിസ്റ്റമാണ്. വലിയൊരു സിസ്റ്റമാണെന്ന് പറഞ്ഞാൽ വലിയൊരു വീടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ വീട്ടിൽ ഒരുപാട് മുറികളുണ്ട്. ആ ഓരോ റൂമും ഓരോന്നിനു വേണ്ടി സംവിധാനിക്കപ്പെട്ടതാണ്. ഈ ഓരോന്നിനു വേണ്ടി സംവിധാനിക്കപ്പെട്ട റൂം, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾക്കൊരു വീടുണ്ട്. ആ വീട്ടിന്റെ ഒരു മുറിയിൽ നമ്മൾ പഞ്ചസാര സൂക്ഷിച്ചിരിക്കുന്നു, വേറെ റൂമിൽ നമ്മൾ അരി സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾ അരിയുടെ റൂം പോയി തുറന്നിട്ട് ഇതിൽ പഞ്ചസാര കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പഞ്ചസാരക്ക് അതിൽ വേറെ സംവിധാനമുണ്ട്. ഇത് അരിക്ക് വേണ്ടിയുള്ള സംവിധാനമാണ്. ഇസ്ലാമിൽ സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടല്ല അനന്തരാവകാശ നിയമം, അല്ലെങ്കിൽ സ്വത്തില്ലാത്തവരെ സംരക്ഷിക്കാനുള്ള ഒരു ഏർപ്പാടല്ല അനന്തരാവകാശ നിയമം. അതിന് ഇസ്ലാമിൽ വേറെ സംവിധാനങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അനാഥ മക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ഏർപ്പാടല്ല ഇസ്ലാമിൽ അനന്തരാവകാശ നിയമം. അതിന് ഇസ്ലാമിൽ വേറെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അത് പരിഹരിക്കേണ്ടത്. അപ്പൊ അനാഥയെ സംരക്ഷിക്കുന്നതിന് ഇസ്ലാം കർശനമായ നിയമവ്യവസ്ഥകളും നിർദ്ദേശങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അത് വേറൊരു വശമാണ്. അതുപയോഗിച്ച് അനാഥയെ സംരക്ഷിക്കാം. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ, അനന്തരാവകാശ നിയമത്തിൽ അനാഥക്ക് സ്വത്തില്ല, ഇതുകൊണ്ട് ഇസ്ലാം അനാഥയോട് ക്രൂരത കാണിക്കുന്നു. അല്ല, ഇസ്ലാം അനന്തരാവകാശ നിയമങ്ങൾ ഉണ്ടാക്കിയത് അനാഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഇസ്ലാം അനന്തരാവകാശ നിയമങ്ങൾ ഉണ്ടാക്കിയത് ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സ്വത്ത് സ്വാഭാവികമായും വേറൊരാൾക്ക് കിട്ടണം. അത് ആരാകണം? അതാണ് ഇസ്ലാമിന്റെ വിഷയം. ആർക്കാണ് അയാളുടെ സ്വത്ത് ലഭിക്കേണ്ടത്? അത് ആരാകണം എന്നുള്ള ചോദ്യത്തിന് ഇസ്ലാമിന്റെ ഉത്തരം അയാളുമായി ഏറ്റവും അടുത്ത രക്തബന്ധമുള്ളവർക്ക് കിട്ടണം എന്നതാണ്. ഏറ്റവും തൊട്ടടുത്ത രക്തബന്ധമുള്ള ആളുകൾ ജീവിച്ചിരിക്കാത്ത സമയത്ത് മാത്രമേ അതിനടുത്തുള്ള രക്തബന്ധത്തിലേക്ക് അത് പോകൂ. ഇത് ഇസ്ലാമിന്റെ കുടുംബ സങ്കല്പവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഞാൻ ആവർത്തിക്കുന്നു, അനാഥകളെ സംരക്ഷിക്കാനുള്ള ഒരു നിയമമല്ല ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം കുടുംബ സംവിധാനത്തിൽ സ്വത്ത് എങ്ങനെ മരണത്തിന് ശേഷം കൈമാറണം എന്ന് പഠിപ്പിക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഇസ്ലാം ആവിഷ്കരിച്ച രീതി, ഒരാൾ മരിച്ചാൽ അയാളുടെ തൊട്ട രക്തബന്ധത്തിലുള്ള ബന്ധുക്കൾക്കാണ് അയാളുടെ സ്വത്ത് ലഭിക്കേണ്ടത്. രക്തബന്ധമാവാം, രണ്ട് രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് സ്വത്തുണ്ടാവും, അത് വേറെ. ഈ രണ്ട് രീതിയിലുള്ള ബന്ധം, വിവാഹ ബന്ധവും രക്തബന്ധവും, ഈ രണ്ട് രീതിയിലും ഉണ്ടായ ബന്ധങ്ങളിൽ ഇയാളോട് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് സ്വത്ത് കിട്ടണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിശദാംശങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇവിടെ പറയപ്പെട്ടതുപോലെ ഒരു വല്യുപ്പ ജീവിച്ചിരിക്കുന്നു, അയാളുടെ മകൻ മരിക്കുന്നു, പേരമകൻ ജീവിച്ചിരിക്കുന്നു. ഇങ്ങനെ പേരമകൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പേരമകൻ ഈ വല്യുപ്പാന്റെ ഏറ്റവും അടുത്ത ബന്ധുവല്ല, അയാളുടെ ജീവിച്ചിരിക്കുന്ന ബാക്കി മക്കളാണ് ഏറ്റവും അടുത്ത ബന്ധു.
ഈ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ജീവിച്ചിരിക്കുന്ന മറ്റു മക്കളായതുകൊണ്ട് സ്വത്ത് സ്വാഭാവികമായും അവരിലേക്കാണ് പോവുക, വല്യുപ്പാന്റെയും മോനിലേക്കല്ല പോവുക. ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, വല്യുപ്പാന്റെ മോനെ സംരക്ഷിക്കാൻ ഇസ്ലാമിൽ വേറെ നിയമങ്ങളുണ്ട്. വല്യുപ്പാന്റെ മോനെ സംരക്ഷിക്കാൻ ഇസ്ലാമിൽ വേറെ നിയമങ്ങളുണ്ട്. അത് ഈ അനന്തരാവകാശം എന്നുള്ളൊരു താക്കോൽ ഉപയോഗിച്ച് തന്നെ വല്യുപ്പാന്റെ മോനെ സംരക്ഷിക്കണം എന്ന് നമ്മൾ പറയരുത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇത് പറഞ്ഞാൽ, ഇപ്പൊ താഴേക്ക് പിന്നെ മകൻ മരിച്ച് പേരമകൻ ഉണ്ടായാൽ ആ പേരമകന് സ്വത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പല ഡയറക്ഷനിക്കും ഇത് വരക്കാൻ കഴിയും. ഒരു ബോർഡ് മേൽ വരച്ചാൽ ഈ സ്വത്തിന്റെ ഉടമസ്ഥനെ നടുവിൽ വരച്ചിട്ട് അയാളെ കുടുംബക്കാരെ 4 ഭാഗത്തേക്കും നമ്മൾ അടയാളപ്പെടുത്തിയാൽ, മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും ഒക്കെ അടയാളപ്പെടുത്തിയാൽ, അവിടെ എല്ലാം ഒരു കണ്ണി പോയി അടുത്ത കണ്ണി ഉണ്ടെങ്കിൽ അവർക്കെല്ലാം സ്വത്ത് കൊടുക്കേണ്ടി വരും നിയമമാവുമ്പോൾ. കാരണം അനന്തരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനം ഈ ഒരു തത്വമാണ്. സ്വത്ത് പോകേണ്ടത് കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആൾക്കാരെന്നുള്ള തത്വമാണ്. ആ തത്വം എല്ലായിടത്തും പാലിക്കേണ്ടി വരും. എല്ലായിടത്തും പാലിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ വശങ്ങളിലേക്കും ഇങ്ങനെ സ്വത്ത് കൊടുക്കാൻ വകുപ്പുണ്ടാക്കേണ്ടി വരും. അങ്ങനെ സ്വത്ത് കൊടുക്കാൻ വകുപ്പുണ്ടാക്കുമ്പോൾ ആർക്കും സ്വത്ത് എത്തൂല, ആർക്കും ഈ കാര്യങ്ങൾ കിട്ടാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഇസ്ലാം ചെയ്തത് ഒരു നിയമം എന്ന നിലക്ക് അതങ്ങനെ വെച്ചു. എന്നാൽ ഒരു വല്യുപ്പാക്ക് അയാളുടെ മകൻ മരിച്ചു, പേരമകൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പേരമകനെ സംരക്ഷിക്കേണ്ടത് തീർച്ചയായും വല്യുപ്പാന്റെ ഉത്തരവാദിത്തമാണ്. വല്യുപ്പാന്റെ ഉത്തരവാദിത്തമാണ്. ആ വല്യുപ്പാക്ക് തോന്നുകയാണ് എനിക്കു ശേഷം ഈ വല്യുപ്പ മരിച്ചാൽ അവരെ സംരക്ഷിക്കേണ്ടത് ഇവരെ പിന്നെ പിതൃവ്യന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിൽ ഒരു സന്ദർഭത്തിൽ പോലും ഒരു കുട്ടിക്ക് സംരക്ഷണം നഷ്ടപ്പെടുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരു കുട്ടിക്ക് ഒരിക്കലും സംരക്ഷണം നഷ്ടപ്പെടുന്നില്ല ഇസ്ലാമികമായ സമൂഹത്തിൽ. പിതാവ് മരിച്ചാൽ പിതാമകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിതാമകൻ നോക്കും, പിതാമകൻ ഇല്ലാന്നുണ്ടെങ്കിൽ പിതൃവ്യൻ നോക്കും. ഈ രീതിയിൽ അതിങ്ങനെ ചങ്ങല കൈമാറി പോവാണ്. ഏതുവരെ ആരൊക്കെ ഇല്ലെങ്കിലും കുഞ്ഞിനെ ആരാണ് സംരക്ഷിക്കേണ്ടതെന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എന്താന്ന് വെച്ചാൽ വല്യുപ്പാക്ക് തോന്നുകയാണ് എനിക്കു ശേഷം എന്റെ മക്കൾ അവരുടെ അനന്തരാവകാശ സ്വത്ത് ഉപയോഗിച്ച് ഇവനെ നോക്കൂല എന്ന് വല്യുപ്പാക്ക് തോന്നിയാൽ വല്യുപ്പ ചെയ്യേണ്ടത് ഈ പേരമകന് വസീയത്ത് ചെയ്യണം. അവന് സ്വത്ത് കിട്ടാൻ വേണ്ടി വസീയത്ത് ചെയ്യണം. അവന് അല്ലെങ്കിൽ അവൾക്ക് എന്റെ സ്വത്തിൽ നിന്ന് ഇത്ര ഓഹരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ സ്വത്തിന്റെ 1/3 വരെ വസീയത്ത് ചെയ്യാം എന്നാണ്. 1/3 വരെ ഇയാൾക്ക് എഴുതി വെക്കാം. ഇവിടെ എന്താ വെച്ചാൽ ഉള്ള ഒരു നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരാളല്ല ഇയാൾ. ഈ നിയമം ഉണ്ടാക്കിയത് ഇത്തരക്കാരെ സംരക്ഷിക്കാനല്ല, വേറെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇത്തരക്കാരെ സംരക്ഷിക്കാൻ വേറെ വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിൽ മറ്റൊരു വകുപ്പാണ് വസീയത്ത്. അപ്പൊ വല്യുപ്പ എന്ത് ചെയ്യണം? ഇവർക്ക് വേണ്ടി വസീയത്ത് എഴുതി വെക്കണം. ആ വസീയത്ത് എന്റെ സ്വത്തിന്റെ ഇത്ര ഭാഗം എന്റെ പേരമകൻ ഉള്ളതാണ്, അവനെ നോക്കാൻ ചെലവഴിക്കണം. നമ്മൾ ഇസ്ലാമിന്റെ ഒരു ആ വിഷയത്തിലുള്ള ഒരു ശ്രദ്ധ നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ എത്രയോ ആയത്തുകൾ ചെലവഴിക്കപ്പെട്ടിരിക്കുന്നത് അനാഥ കുട്ടിയുടെ സ്വത്ത് എങ്ങനെ പരിരക്ഷിക്കണം എന്നതിനെ കുറിച്ചാണ്. അതൊരു അനാഥ, അവന് സ്വത്ത് കിട്ടി, വസീയത്തിലൂടെ സ്വത്ത് കിട്ടി എന്ന് വിചാരിച്ചോ, ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ആളുകളായിരിക്കും. ഇവൻ ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ട്, മൈനർ ആയതുകൊണ്ട് പലപ്പോഴും നേരിട്ട് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റൂല. പടച്ചോൻ വളരെ കൃത്യമായി പറഞ്ഞു, അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ അതിൽ നിന്നെടുത്ത് അന്യായമായി തിന്നരുത്. അങ്ങനെ തിന്നുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വയറ്റിൽ തീയാണ് നിറക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ ഭാഷയാണ്. നിങ്ങൾ അനാഥകളുടെ സ്വത്ത് സംരക്ഷിക്കുമ്പോൾ വളരെ കൃത്യമായി സൂക്ഷിക്കണം. അതിനെടുത്ത് അന്യായമായി തിന്നരുത്. നിങ്ങൾ തിന്നുമ്പോൾ നിങ്ങളുടെ വയറ്റിൽ നിങ്ങൾ തീയാണ് നിറക്കുന്നത്. ഇവിടെ എത്ര കൃത്യമാണ് നോക്ക്. ഇസ്ലാം ഒരു വലിയ മരമാണ്, അതിനൊരുപാട് ചില്ലകളുണ്ട്, അതിൽ ഓരോരുത്തർക്കും തണലുണ്ട്. ഇതിൽ ഈ അനന്തരാവകാശ സ്വത്ത് നേർക്കുനേരെ ഈ ആളുകൾക്ക് തണലാകുന്നു. അനാഥ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വസീയത്തിന്റെ ചില്ല തണലാകുന്നു. ആ ചില്ലയിൽ തന്നെ ആ തണൽ കൂടുതൽ സുരക്ഷിതമാകാൻ വേണ്ടി മറ്റുള്ളവർ എങ്ങനെ ആ വിഷയത്തിൽ ഇടപെടണം എന്നതിന് കൃത്യമായി ഇസ്ലാം നിയമങ്ങൾ ആവിഷ്കരിക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ ആ രീതി. അത് സുഹൃത്തിന്റെ കാര്യത്തിൽ ആ രീതിയിൽ തന്നെ അനുവർത്തിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അനുവർത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാമിന്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വസീയത്ത് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരാൾ വസീയത്ത് ചെയ്യാൻ ഒരുങ്ങുന്നു, അപ്പൊ അയാൾക്ക് മനസ്സിലാകുന്നു ഇവന് വേറെ രീതിയിൽ സ്വത്തുണ്ട്, വേറെ വഴിയിൽ സ്വത്ത് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേറെ വഴിയിൽ ഇവന് സ്വത്ത് കിട്ടും, ഇവൻ സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വസീയത്ത് ചെയ്യണമെന്നില്ല. ഇത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. അതൊരു നിയമം എന്നുള്ള അർത്ഥത്തിൽ എല്ലാവർക്കും പൊതുവായി എല്ലാ സാഹചര്യങ്ങൾക്കും ഒരുപോലെ ബാധകമാക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല ഏതു സാഹചര്യത്തിലും. അതുകൊണ്ട് ഇസ്ലാം ഇങ്ങനത്തെ സ്പെഷ്യൽ ഈ രീതിയിലുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അനന്തരാവകാശ സ്വത്തുകൊണ്ട് അവൻ സംരക്ഷിക്കപ്പെടില്ലെങ്കിൽ, അവൾ സംരക്ഷിക്കപ്പെടില്ലെങ്കിൽ പിതാമകന് വസീയത്ത് ചെയ്യാം. അത്തരക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം വസീയത്ത് എന്ന ഓപ്ഷൻ ഉണ്ടാക്കിയത്. ഇനി വസീയത്ത് ചെയ്തിട്ട് മക്കൾ കൊടുക്കൂല എന്ന് വിചാരിക്കാം. മക്കൾ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ ഇഷ്ടദാനം നടത്താം.
ഇഷ്ടദാനം നടത്തിയിട്ട് പോലും പേരമകനെ സംരക്ഷിക്കാം. ഞാൻ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒന്ന്, അതില്ലെങ്കിൽ അടുത്തത് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി ഇസ്ലാമിൽ നിയമങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. അത് സംരക്ഷിക്കപ്പെടാത്തത്, അത് അതേപോലെ പ്രാവർത്തികമാക്കപ്പെടാത്തത്, അത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യത്തിനൊരു തകരാറ് എന്നതല്ലാതെ ഇസ്ലാമിന്റെ തകരാറായി മനസ്സിലാക്കരുത് എന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമതായി സുഹൃത്ത് പറഞ്ഞത് ബഹുഭാരിത്വത്തിന്റെ വിഷയമാണ്. ആകെ പ്രശ്നം എന്താ വെച്ചാൽ യുക്തിവാദത്തിന്റെ വീക്ഷണം എന്താണ് ഈ വിഷയത്തിലുള്ള യുക്തിവാദത്തിന്റെ വീക്ഷണം? അത് നമ്മൾ അറിയണല്ലോ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട യുക്തിവാദത്തിന്റെ വീക്ഷണം? യുക്തിവാദത്തിന്റെ വീക്ഷണം എന്താ വെച്ചാൽ എത്ര സ്ത്രീകളുമായി ബന്ധപ്പെടാം. ഇവിടെ ഒരുപാട് പെണ്ണ് കെട്ടിയ ആളുകൾ, ആ പെണ്ണ് കെട്ടിയ ആളുകളെല്ലാം മുസ്ലിം സമുദായത്തിലാണെന്ന് പറയുമ്പോൾ ബർട്രാൻഡ് റസൽ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയും? കല്യാണത്തിന് പുറമെ അദ്ദേഹത്തിന് എത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയും? ഇംഗ്ലീഷിലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് ടി.എസ്. എലിയറ്റിന്റെ വൈഫും ബർട്രാൻഡ് റസലും തമ്മിൽ വരെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയുന്നത് എന്തിനാ വെച്ചാൽ, ഇത് ബർട്രാൻഡ് റസൽ അദ്ദേഹം അതൊരു അപമാനമായി കരുതാത്ത ആളും അദ്ദേഹം അത് പരസ്യമായി പ്രഖ്യാപിച്ച ആളും അതിൽ പ്രശ്നമില്ലാത്ത ആളുമാണ്. അദ്ദേഹം അത് ന്യായീകരിച്ചത് ഭൗതികവാദത്തിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞത് എനിക്ക് എന്റെ ഭാര്യയുണ്ട്, പക്ഷെ എനിക്ക് വേറൊരു പെണ്ണിനോട് താല്പര്യം തോന്നുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു, അതിലെന്താ കുഴപ്പം? എനിക്ക് അടുത്തൊരു പെണ്ണിനോട് താല്പര്യം തോന്നുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു, അതിലെന്താ പ്രശ്നം? അതിന് തെറ്റ് എന്ന് പറയാൻ നമുക്ക് എന്താണ്? ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിലപാട് ചർച്ച ചെയ്യുമ്പോൾ ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന രംഗത്ത് ഭൗതികവാദത്തിന്റെ വീക്ഷണം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭൗതികവാദ ആചാര്യൻ പോലും, ബർട്രാൻഡ് റസൽ പോലും, പ്രായോഗികമായി തന്നെ ഇത് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളായിരുന്നു. കാൾ മാർക്സിന് ഹെന്ന എന്ന ഭാര്യയെ കൂടാതെ ഹെലന എന്ന വെപ്പാട്ടിയുമായി കൂടി ബന്ധമുണ്ടായത് എന്തുകൊണ്ടാണ്? ഇത് ഓരോരുത്തരും, ഞാനിത് വ്യക്തികളെ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം ഭൗതികവാദത്തിന്റെ വീക്ഷണം തന്നെ ആരുമായും എപ്പോഴും എങ്ങനെയും ലൈംഗിക ബന്ധമാകാമെന്നാണ്. അത്തരമൊരു ദർശനത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധമാകാം എന്ന ഇസ്ലാമിന്റെ അനുവാദത്തെ നമ്മൾ വിമർശിക്കുന്നത്? ഇവിടെ രണ്ടും തമ്മിലൊരൊറ്റ വ്യത്യാസമുള്ളൂ. എന്താന്ന് വെച്ചാൽ, ഭൗതികവാദിയുടെ വീക്ഷണത്തിൽ ഏത് സ്ത്രീയുമായും ലൈംഗിക ബന്ധമാകാം, ആ ബന്ധം അതോടുകൂടി മറക്കാം, അതുവഴി ആ പെണ്ണിനുണ്ടാകുന്ന ജൈവിക പ്രയാസങ്ങൾ അവഗണിക്കാം, സ്വന്തം വഴിക്ക് തിരിഞ്ഞു നടക്കാം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു സ്ത്രീയുമായി ബന്ധപ്പെടണമെങ്കിൽ അവളെ നാലാളുടെ മുമ്പിൽ വെച്ച് ഏറ്റെടുക്കണം, അവളുടെ സംരക്ഷണം ഏറ്റെടുക്കണം, അവൾക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കണം, അവൾക്കുണ്ടാകുന്ന ജൈവികമായ പ്രയാസങ്ങളിൽ താങ്ങും തണലുമായി നിൽക്കണം. അതാണ് ഞാൻ കെട്ടുക എന്ന് പറഞ്ഞത്, അതാണ് ഞാൻ പിടിച്ച് കെട്ടുക എന്ന് പറഞ്ഞത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൗതികവാദിക്ക് എത്ര സ്ത്രീകളുമായി ലൈംഗിക ബന്ധമാകാം, എത്ര സ്ത്രീകളുമായി. എന്നാൽ ഇസ്ലാമികമായി ഒരു പുരുഷന് 4 വരെ സ്ത്രീകളെ വിവാഹം കഴിക്കാം, നിബന്ധനയുണ്ട്. ഈ 4 സ്ത്രീകളെയും സംരക്ഷിക്കണം. ഈ 4 സ്ത്രീകൾക്കിടയിൽ തുല്യനീതിയോടുകൂടി വർത്തിക്കണം. അവർക്കിടയിൽ ഒരു രീതിയിലുള്ള വിവേചനം ഉണ്ടാകരുത്. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു വ്യക്തിപരമായ പരാമർശങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ്, അദ്ദേഹത്തിന്റെ പിതാവായാലും ആരായാലും. പക്ഷെ എന്താന്ന് വെച്ചാൽ, ഒരുപാട് കല്യാണങ്ങൾ കഴിക്കുന്നു, ആദ്യത്തെ ആളെ അവഗണിക്കുന്നു. ഇതിന് ഇസ്ലാം എന്ത് ചെയ്യും? ഇസ്ലാം പഠിപ്പിച്ചതല്ല ഇത്. ഇസ്ലാം പറയുന്നത് നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ 4 പേർക്കിടയിൽ തുല്യനീതിയോടുകൂടി വർത്തിക്കണമെന്നാണ്. തുല്യനീതിയോടുകൂടി എല്ലാവർക്കും ഇടയിൽ വിഭവ വിതരണം തുല്യമായിരിക്കണം. അങ്ങനെ തുല്യമായ വിഭവ വിതരണത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബഹുഭാര്യത്വമേ ഇസ്ലാം അംഗീകരിക്കുന്നുള്ളൂ. അതല്ലാതെ ഒരു പെണ്ണിനെ മടുക്കുന്നു, ആ പെണ്ണിനെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നു, അടുത്ത ആളെ കെട്ടുന്നു, ആ പെണ്ണിനെ മടുക്കുന്നു, പിന്നെ അടുത്ത ആളെ കെട്ടുന്നു. ഈ ഏർപ്പാട് യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. അത് യഥാർത്ഥത്തിൽ ഒരു ഭൗതികവാദ ലാഞ്ചനയുള്ള ഏർപ്പാടുമാണ്. അത് ഭൗതികവാദത്തിന്റെ ലാഞ്ചനയുള്ള ഏർപ്പാടുമാണ്. കാരണം നമ്മൾക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നു, ആ പെണ്ണുമായി നമ്മൾ ബന്ധപ്പെടുന്നു, കുറച്ചു കാലം ജീവിക്കുന്നു, പിന്നെ വേണ്ടാന്ന് തോന്നുന്നു, അടുത്ത പെണ്ണിന്റെ അടുത്തേക്ക് പോകുന്നു. ഇതാണല്ലോ യഥാർത്ഥത്തിൽ ഭൗതികവാദം ലോകത്ത് നിലവിൽ വരുത്താൻ ശ്രമിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത തന്നെ. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചു, നമ്മൾ ഭൗതികവാദത്തെ വിടുക. ഭൗതികവാദത്തെ നമ്മൾ വിടുക. തുല്യനീതിയോടുകൂടി വർത്തിക്കണമെന്ന് പറഞ്ഞു, സംരക്ഷിക്കണമെന്ന് പറഞ്ഞു, വിഭവങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് അനീതിയാണോ, സ്ത്രീ വിരുദ്ധമാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങളുണ്ട്. വളരെ വിശദമായി പറയാൻ സമയമില്ല, കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ചുരുക്കി ഞാൻ പറയാം. ഒന്നെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാം തലച്ചോറ്,
ആ തലച്ചോർ എന്ന അവയവത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 വയസ്സ് വരെ നമ്മുടെ ന്യൂറോണുകൾക്കിടയിലുള്ള സിനാപ്സ്, ഈ സിനാപ്സുകൾക്കുള്ളിൽ ഫീഡ് ചെയ്യപ്പെട്ട വിവരങ്ങൾക്കനുസരിച്ച് നമ്മുടെ തലച്ചോറിന് ചിന്തിക്കാൻ കഴിയും. കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം ബഹുഭാരിത്വം തിന്മയാണ്, 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 മോശമാണ് എന്ന് ആവർത്തിച്ച് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ്. ആ സാമൂഹ്യ സാഹചര്യത്തിൽ വളർന്നു വന്ന വ്യക്തികൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ എല്ലാം തലച്ചോറുകൾക്കകത്ത് ബഹുഭാരിത്വം തിന്മയാണ് എന്ന ആശയം ഉണ്ടാകും. അത് നമ്മൾ ആരും ഡിസൈൻ ചെയ്ത് കയറ്റിക്കൂട്ടുന്നതല്ല. കേരളത്തെ പോലെ ബഹുഭാരിത്വ വിരുദ്ധമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിച്ച ഏതു മനുഷ്യന്റെ തലച്ചോറിലും അയാൾക്ക് ചെറുപ്പത്തിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചെറുപ്പത്തിൽ നമ്മൾ വിവരങ്ങൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കുകയാണ്, അത് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾക്കില്ല. അത് നമ്മുടെ അബോധമായി മാറുന്നു. നമ്മുടെ വർത്തമാനങ്ങളിൽ അത് കടന്നു വരുന്നു, സ്വാഭാവികമായി അത് വരുന്നു. നമ്മൾക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മുടെ ചിന്തകളിൽ അതിൻ്റെ ഒരു ഇംപ്രിന്റ് എപ്പോഴും ഉണ്ടാകും. വളരെ ഈ ട്രാൻസാക്ഷണൽ അനലിസ്റ്റുകൾ സാധാരണ ഉപയോഗിക്കാറുള്ള 2 ചിത്രങ്ങളുണ്ട്. 2 ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക് ഡിസൈൻ, ഒരു ചിത്രം. ആ ചിത്രം ശരിക്കും ഒരു പെണ്ണിന്റെ ചിത്രമാണ്. ആ പെണ്ണിന്റെ ചിത്രം യഥാർത്ഥത്തിൽ ഒരു വൃദ്ധയായ പെണ്ണിന്റെ ചിത്രമാണ്. ആ വൃദ്ധയായ പെണ്ണിന്റെ ചിത്രം കാണിച്ച ഉടനെ വേറൊരു ഗ്രാഫിക് ഡിസൈൻ കാണിക്കും, അത് കാണിക്കും വേറൊരു പെണ്ണിന്റെ ചിത്രം. എന്നിട്ട് സദസ്സിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തു തോന്നുന്നു, ഈ പെണ്ണ് വൃദ്ധയാണോ യുവതിയാണോ? സദസ്സ് പറയും അത് വൃദ്ധയാണ് എന്ന് പറയും. എന്നിട്ട് ഇവർ ട്രാൻസാക്ഷണൽ അനാലിസിസ് രംഗത്ത് വൈദഗ്ധ്യമുള്ള ആളുകൾ പിന്നെ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, കുറെ സമയം കഴിഞ്ഞതിന് ശേഷം വേറൊരു ചിത്രം കാണിക്കും. അതൊരു യുവതിയുടെ ചിത്രമായിരിക്കും, ഒരു ഗ്രാഫിക് ഡിസൈൻ. ആ ചിത്രം കാണിച്ച ശേഷം ഉടനെ തന്നെ നേരത്തെ കാണിച്ച 2ാമത്തെ പെണ്ണിന്റെ ചിത്രം വീണ്ടും കാണിക്കും. എന്നിട്ട് സദസ്സിനോട് ചോദിക്കും, വൃദ്ധയാണോ യുവതിയാണോ? സദസ്സ് പറയും യുവതിയാണ്. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ തലച്ചോറിൽ ഒരു കാര്യം ഫീഡ് ചെയ്യപ്പെട്ടു. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക ഓറിയന്റേഷൻ വന്നു. ഈ കാണിക്കപ്പെടുന്നത് വൃദ്ധയായിരിക്കും എന്നൊരു മുൻവിധി ആദ്യം തന്നെ നമ്മുടെ തലച്ചോറിനുണ്ടായി. അപ്പൊ 2ാമത് കാണിച്ചപ്പോൾ ഉടൻ നമുക്കത് വൃദ്ധയായിട്ട് തോന്നി. സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ യുവതിയെ കണ്ടെത്താം. ഇതേപോലെ 2ാമത്തെ സംഭവത്തിൽ ഇത് യുവതിയായിരിക്കും എന്നൊരു പ്രജുഡീസ് നമ്മുടെ തലച്ചോറിൽ വന്നു. അത് വന്നുകൊണ്ട് 2ാമത്തെ ചിത്രം കാണുമ്പോൾ ഉടൻ നമ്മൾക്കത് യുവതിയാണെന്നുള്ള ഇംപ്രഷൻ ഉണ്ടാവുന്നു. ഇത് നമ്മുടെ തലച്ചോറിന്റെ ഒരു കുഴപ്പമാണ്. നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയൂ. ഇതുപോലെ ചെറുപ്പത്തിൽ തന്നെ ബഹുഭാരിത്വത്തെ സംബന്ധിച്ച വളരെ മോശമായ ധാരണകൾ കയറിയ തലച്ചോറുകൾ എന്നുള്ള നിലക്ക് നമ്മുടെ എല്ലാം മനസ്സിൽ ഇതെന്തോ മോശം ധാരണയാണെന്നുള്ള ഏർപ്പാടുണ്ടാവും. ആദ്യം ആ ധാരണയെ കുടയണം. അത് പ്രയാസകരമായൊരു പണിയാണ്. നാം ജീവിച്ച സാമൂഹ്യ സാഹചര്യത്തിന്റെ ഇംപ്രിന്റ്സ് നമ്മുടെ തലച്ചോറിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ആ തലച്ചോറിൽ നിന്ന് അത്തരം ഇംപ്രിന്റ്സ് കുടഞ്ഞൊഴിവാക്കണം. ആ കുടഞ്ഞൊഴിവാക്കണമെങ്കിൽ നമ്മൾക്ക് നല്ല അനലൈസിങ് കപ്പാസിറ്റി വേണം. നമ്മൾ മുമ്പ് കേട്ട് പഠിച്ചത് തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയാനുള്ള സൂക്ഷ്മമായ ഇത് വേണം. ഇവിടെ ഈ സെമിനാർ സംഘടിപ്പിച്ച ആളുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം, നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്ന പരമ്പരാഗതമായ ധാരണകൾ അതുപോലെ സ്വാംശീകരിക്കുന്നതിന് പകരം അതിനെ പ്രശ്നവൽക്കരിച്ച് നമ്മുടെ യുക്തിയുടെ മൂശയിലിട്ട് അതിനെ അപഗ്രഥിച്ച് അതിലെ തെറ്റും ശരിയും വേർതിരിക്കണം. ഞാൻ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ബഹുഭാരിത്വം മോശമാണ് എന്നൊരു ധാരണ നമ്മുടെ തലച്ചോറിലുണ്ട്, ഒരു മുൻധാരണ. ആ മുൻധാരണ കുടയാതെ, ആ ശരിയാണോ തെറ്റാണോ എന്ന് അപഗ്രഥിക്കാതെ ഈ ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ആ മുൻധാരണ കുടയുന്നു, നമ്മൾ നിഷ്പക്ഷമായി വിലയിരുത്തുന്നു, അതിലെന്തെങ്കിലും തകരാറുണ്ട്. അങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് നമുക്ക് ഇത്തരം ഒരു മുൻധാരണയുണ്ടായി? എന്തുകൊണ്ട് ബഹുഭാരിത്വം തിന്മയാണ് എന്ന മുൻധാരണ നമുക്കുണ്ടായി? അപ്പോൾ നമ്മൾ ആലോചിച്ച് അപഗ്രഥിച്ച് പോയാൽ നമ്മൾക്ക് എത്താൻ പറ്റുന്ന കൺക്ലൂഷൻ, നമ്മൾക്കൊരു ധാരണയുണ്ട്, ലൈംഗികത ഒരു മോശം ഏർപ്പാടാണ്. ലൈംഗികത ഒരു വളരെ മോശം ഏർപ്പാടാണ് എന്നൊരു ധാരണ നമ്മുടെ തലച്ചോറിലുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ മതം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പുരോഹിത മതങ്ങളെയല്ല, ഇസ്ലാമിനെ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഇസ്ലാമികമായ വീക്ഷണത്തിൽ പടച്ചോന്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണ് ലൈംഗികത. അതെ, ഇണയുമായുള്ള ലൈംഗിക ബന്ധം പടച്ച തമ്പുരാന്റെ അടുക്കൽ നാളെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതിൽ അധാർമികമായി യാതൊന്നുമില്ല എന്ന് പഠിപ്പിച്ച മതം, വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച മതം. പക്ഷെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പുരോഹിത മതങ്ങൾ, ക്രിസ്തു മതത്തിന്റെയും ഹിന്ദു മതത്തിന്റെയും എല്ലാം ആശയങ്ങൾ ലൈംഗികത തെറ്റാണ് എന്ന ധാരണ ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് സന്യാസം ഉണ്ടാകുന്നത്. ലൈംഗികത പടച്ചോനിഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യമാണ്, നമ്മൾക്ക് നിർവാഹമില്ലാത്തത് കൊണ്ട് ചെയ്തു പോവുകയാണ് എന്ന ധാരണയിൽ നിന്നാണ് വിശുദ്ധരാകാൻ വേണ്ടി ലൈംഗിക വർത്തനങ്ങൾ ഉപേക്ഷിക്കാനുള്ള പ്രവണതയുണ്ടാകുന്നത്. ഇസ്ലാം ഈ ധാരണയെ അംഗീകരിക്കുന്നേയില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് പടച്ചോൻ മനുഷ്യന് കൊടുത്ത നൈസർഗികമായ അവന്റെ കഴിവുകളിൽ ഏറ്റവും സൃഷ്ടിപരമായ ഏറ്റവും ഉന്നതമായ ഒരു ഗുണമാണ് അവന്റെ ലൈംഗിക വികാരം.
ആ ലൈംഗിക വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവന്റെ കഴിവ് പടച്ചോൻ അവന് കൊടുത്ത ഏറ്റവും വലിയ കഴിവ്. ഇവിടെ വെച്ച് ലൈംഗികത ഒരു തിന്മയാണ് എന്ന ധാരണ നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഒഴിവാക്കണം. അതൊരു നന്മയാണ്. ഒന്ന്, ലൈംഗികത നന്മയാണെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗിക പ്രകൃതങ്ങൾ ഒരുപോലെയാണോ എന്നാണ്. അത് നമ്മൾ പരിശോധിക്കാം. ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗിക പ്രകൃതങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എത്ര ഹാർഡ് കോർ ഫെമിനിസ്റ്റ് ആയാലും ആ ഫെമിനിസ്റ്റിനോട് അരമണിക്കൂർ സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് പോലും അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്ത വിധം വളരെ പ്രകടമാണ് ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗിക പ്രകൃതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങളിൽ ഒരു വ്യത്യാസം, അത് ശരീരശാസ്ത്രപരമായ വ്യത്യാസമുണ്ട്, മനഃശാസ്ത്രപരമായ വ്യത്യാസമുണ്ട്, എല്ലാം ഉണ്ട്. ഈ വ്യത്യാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇണയായി ഒരു സമയം ഒരാളെ മാത്രമേ അവൾക്ക് ശാരീരികമായും മാനസികമായും ഉൾക്കൊള്ളാൻ കഴിയൂ. ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇണയായി എന്ന് പറഞ്ഞാൽ ഒരു വേശ്യപ്പെണ്ണുങ്ങളിലെ ഉണ്ട്. ഈ വേശ്യപ്പെണ്ണുങ്ങൾ ആണുങ്ങളെ സ്വീകരിക്കുന്നില്ല, ഉണ്ട്. പക്ഷെ അത് ഇണയല്ല, അതൊരു ഇൻസ്റ്റന്റ് ബന്ധമാണ്. ഒരു ആണ് വന്ന് കാശിന് വേണ്ടി ആണിന് മുന്നിൽ ശരീരം തുറന്നു വെക്കുന്നു, അതിനപ്പുറത്തൊരു അനുഭവം അതിലില്ല. നേരെ മറിച്ച് ഇഷ്ടപ്പെട്ടൊരു പുരുഷൻ, ആ പുരുഷന്റെ സംരക്ഷണം, ആ പുരുഷന്റെ പരിലാളനകൾ, ആ പുരുഷന്റെ സ്നേഹം, ആ പുരുഷനുമായുള്ള ലൈംഗിക ബന്ധം, അത്തരത്തിലുള്ള ഒരു ഇണയെ മാത്രമേ സ്ത്രീക്ക് ശാരീരികമായും ഉൾക്കൊള്ളാൻ കഴിയൂ, മാനസികമായും ഉൾക്കൊള്ളാൻ കഴിയൂ. അത് ഏത് പെണ്ണിനോടും ആത്മാർത്ഥമായി സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം, ഭർത്താവ് ഉണ്ടായിരിക്കെ പുറത്ത് ജാരന്മാരുമായി ബന്ധപ്പെടുന്ന സ്ത്രീകളില്ലേ? ഭർത്താവ് ഉണ്ടായിരിക്കെ പുറത്ത് ബന്ധങ്ങളുള്ള സ്ത്രീകളില്ലേ? ഉണ്ട്. എന്തുകൊണ്ടുണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഭർത്താവ് എന്നോ അവരുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കുടുംബം തകരാതിരിക്കാൻ വേണ്ടി അവർ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുടുംബം തകരാതിരിക്കാൻ വേണ്ടി അവർ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഭർത്താവ് അവിടുന്ന് ഇറങ്ങിപ്പോയി വേറെ ആൾ വന്നിട്ടുണ്ട്. അവയാളുമായിട്ടാണ് അവരുടെ മാനസികമായ ഐക്യം. മറ്റേ ഭർത്താവിനെ നാമമാത്രമായി അവൾ നിലനിർത്തുന്നു. കുടുംബം തകരുത്, കുട്ടികൾ പട്ടിണിയാവരുതെന്നുള്ളതുകൊണ്ട് അത് നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോകുന്നതാണ്. പക്ഷേ പ്രകൃതിപരമായി ഒരു പെണ്ണിന് ഇണയായി ഒരാളെ മാത്രമേ ഒരു സമയത്ത് ഉൾക്കൊള്ളാൻ കഴിയൂ. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് പ്രകൃതിപരമായി മോണോഗമസ് ആണെങ്കിൽ പുരുഷൻ പ്രകൃതിപരമായി തന്നെ പോളിഗമസ് ആണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ഇണകളെ സ്വീകരിക്കാൻ കഴിയും. ശാരീരികമായി അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയും. ശാരീരികമായി തൃപ്തിപ്പെടുത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അതിന്റെ അനുപാതത്തിൽ വ്യത്യാസമുണ്ടാകാം, അതിന്റെ അളവുകളിൽ വ്യത്യാസം ഉണ്ടാകാം. എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എല്ലാം ശരിയാണ്. പക്ഷെ പൊതുവിൽ പുരുഷന്മാർക്ക് ഒന്നിലധികം ഇണകളെ മാനസികമായും ഉൾക്കൊള്ളാൻ കഴിയും, ശാരീരികമായും ഉൾക്കൊള്ളാൻ കഴിയും. എങ്ങനെയെന്ന് ചോദിച്ചാൽ 100% സംതൃപ്തമായ ലൈംഗിക ജീവിതം നയിക്കുന്ന ഒരു ഇണ കൂടെ ഉണ്ടായിരിക്കെ തന്നെ, എന്റെ വാക്ക് ശ്രദ്ധിക്കാം, 100% സംതൃപ്തമായ ലൈംഗിക ജീവിതം ഒരു ഇണയുമായി നയിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ ഇണക്ക് മനസ്സിൽ ഒരു സ്ഥാനചലനവും സംഭവിക്കാതെ രണ്ടാമതൊരു ഇണയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പുരുഷന് പ്രകൃതിപരമായി കഴിയും. രണ്ടാമതും മൂന്നാമതും എല്ലാം കഴിയും. അവർക്കെല്ലാം ആ മനസ്സിൽ സ്ഥലമുണ്ട്, ആ മനസ്സിൽ ഇടമുണ്ട്. അത് പുരുഷ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഓഷോ രജനീഷ് മുതൽ സിഗ്മണ്ട് ഫ്രോയിഡ് വരെയുള്ള ഏകദേശം ഭൗതികവാദത്തിന്റെ ഭൂമികയിൽ നിന്ന് തന്നെ ലൈംഗിക മനഃശാസ്ത്രം അപഗ്രഥിച്ചിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പഠനങ്ങൾ പരിശോധിച്ചാൽ, ബർട്രാൻഡ് റസൽ അടക്കം, ഈ പഠനങ്ങളെല്ലാം ഐകകണ്ഠ്യേന പറയുന്ന ഒരു കാര്യമാണിത്. പുരുഷൻ പോളിഗമസ് ആണ്. പുരുഷൻ അതിന് കഴിയും, ഒന്നിലധികം ഇണകളെ സ്വീകരിക്കാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെക്സ് ഒരു തിന്മയല്ല എന്ന് നമ്മൾ പറഞ്ഞു. സെക്സ് തിന്മയല്ല ആ പെണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, ആ പെണ്ണുമായി നിയമാനുസൃതമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണെങ്കിൽ. രണ്ടാമതായി പറഞ്ഞു, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു പുരുഷനെ മാത്രമേ ഇണയാക്കാൻ കഴിയൂ, എന്നാൽ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നിലധികം ഇണകളെ സ്വീകരിക്കാൻ കഴിയും. എങ്കിൽ ബഹുഭാരിത്വത്തിൽ എന്താണ് തിന്മ? സെക്സ് ഒരു തെറ്റല്ല. ഒന്നിലധികം ആളുകളെ സ്വീകരിക്കാൻ കഴിയും, അവരെ ഒരേ സമയം മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയും, അവർക്കിടയിൽ തുല്യ നീതിയിൽ വർത്തിക്കാൻ കഴിയും. നമ്മളൊരു സൈക്കോളജി അതാണല്ലോ. ഒരു ഭാര്യയുണ്ട്, രണ്ടാമത്തെ ഒരു ഭാര്യനെ കെട്ടി, ഇവൻ ഒരു ലൈംഗികാസക്തി. അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതെന്തോ ലൈംഗികത എന്ന് പറഞ്ഞാൽ എന്തോ മോശം ഏർപ്പാടാണ് എന്നൊരു ധാരണയുണ്ട്. അത് പുരോഹിത മതങ്ങൾക്കുണ്ടാകാം. പക്ഷെ അതിരുകവിഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായി രംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന യുക്തിവാദികൾക്ക് അത് ഉണ്ടാകരുത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യന്റെ ഒരു നൈസർഗിക പ്രകൃതമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. ആ നൈസർഗിക പ്രകൃതമാണ് ഒന്ന്
അതിൽ തിന്മയായി യാതൊന്നുമില്ല. രണ്ടാമത്തേത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നേ കഴിയൂ, പുരുഷൻ ഒന്നിലധികം കഴിയും. അങ്ങനെ കഴിയുമെങ്കിൽ നീതി പാലിക്കുക എന്ന നിബന്ധനയോടുകൂടി ഒരു പുരുഷൻ 4 ഭാര്യമാരെ തന്നെ സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. അതാണല്ലോ അതിന്റെ മാക്സിമം. ഈ 4 ആൾക്ക് തണൽ നൽകിയാൽ എന്താണ് അതിലുള്ള പ്രശ്നം? ഇവിടെയുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമ്മളെല്ലാം ധാരണ ഒരു സ്ത്രീയുമായുള്ള ലൈംഗിക ബന്ധം ആ സ്ത്രീയെ പീഡിപ്പിക്കലാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളെ അടങ്ങേറാക്കുക എന്ന് പറയുന്നത്, പ്രയാസപ്പെടുത്തുക എന്ന് പറയുന്നത്. അല്ല, ലൈംഗികാനുഭവം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആനന്ദമാണ്, അവർക്ക് തണലാണ്, അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. നമ്മൾ കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്കുക, അവിവാഹിതയായ എത്രയോ സ്ത്രീകളുണ്ട്. എത്രയോ സ്ത്രീകൾ വിവാഹ ജീവിതത്തിന് ഭാഗ്യമില്ലാത്തവർ, വിവാഹ ജീവിതത്തിനുള്ള ഭാഗ്യം നിഷേധിക്കപ്പെട്ട സ്ത്രീകൾ, പലതുകൊണ്ടും, സമ്പത്തില്ലാത്തതുകൊണ്ട്, സൗന്ദര്യമില്ലാത്തതുകൊണ്ട്, സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട്, പല രീതിയിലുള്ള രോഗങ്ങളുള്ളതുകൊണ്ട്, അംഗവൈകല്യമുള്ളതുകൊണ്ട് ഇവരാര് സംരക്ഷിക്കും? സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടാണല്ലോ. ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്, പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമാണെന്നാണ്. സ്ത്രീ വിരുദ്ധമാണല്ലോ ഈ സംഭവം നമ്മുടെ വീക്ഷണത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീകൾ എന്തുകൊണ്ട് നമ്മുടെ ഈ ചർച്ചയുടെ തലത്തിലേക്ക് വരുന്നില്ല? നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും സ്വാർത്ഥരാകുന്നത്? ഇവിടെ വിവാഹ ജീവിതം കിട്ടിയ കുറെ സ്ത്രീകളുണ്ട്. സ്ത്രീ പക്ഷം എന്ന പക്ഷത്തിൽ അവർ മാത്രമേ പെടൂ എന്നുണ്ടോ? സ്ത്രീ പക്ഷം എന്നൊരു പക്ഷത്തിൽ അവർ മാത്രമേ പെടൂ എന്നുണ്ടോ? വിവാഹ ജീവിതത്തിന് അവസരം നിഷേധിക്കപ്പെട്ട കേരളത്തിലെ 100 കണക്കിന് പെൺകുട്ടികൾ പല കാരണങ്ങൾ കൊണ്ട് അവരെന്തുകൊണ്ട് നമ്മുടെ പക്ഷവിചാരണയിൽ കടന്നു വരുന്നില്ല? അവർക്ക് എങ്ങനെ ജീവിതം കൊടുക്കും? ആര് ജീവിതം കൊടുക്കും? ഭൗതികവാദത്തിന്റെ വീക്ഷണത്തിൽ അതിനെല്ലാം സിമ്പിളായ ഉത്തരങ്ങളുണ്ട്. അവര് വേശ്യാവൃത്തിക്ക് പോകണം, അവര് വേറെന്തെങ്കിലും പരിപാടികൾ നോക്കണം. പക്ഷെ ഇസ്ലാം പറയുന്നു, ഇല്ല, പുരുഷ നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സംസാരമെല്ലാം കേട്ടാൽ തോന്നുന്നു ബഹുഭാര്യത്വം നല്ല സുഖമുള്ള ഏർപ്പാടാണ്. അങ്ങനെയാണ്. ആണുങ്ങൾക്ക് നല്ല സുഖമുള്ള ഏർപ്പാടാണ്, പെണ്ണുങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ്. യഥാർത്ഥത്തിൽ ദുന്യാവിൽ ഒരു പക്ഷെ ഏറ്റവും ദുഷ്കരമായ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഒന്നിലധികം ഭാര്യമാരെ കൊണ്ടെടുക്കുക എന്നുള്ളത്. അത് പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ടും. ഇവിടെ ഇസ്ലാം പറയുന്നു, ഒരു ഭാര്യയുമായി നിനക്ക് സുഖിച്ച് കഴിയാം, ഒരു പ്രശ്നമില്ലാതിരിക്കാം, ഒരു പ്രതിസന്ധി ഇല്ലാതിരിക്കാം. പക്ഷെ ഒരു പുരുഷൻ തയ്യാറാകുന്നു, ഇല്ല, ഈ സമൂഹത്തിൽ വേറൊരു സ്ത്രീ, വിവാഹ ജീവിതം നിഷേധിക്കപ്പെട്ട സ്ത്രീ, ജീവിതത്തിന്റെ പുറംപോക്കിലുള്ള സ്ത്രീ, അവർക്ക് കൂടി ഞാൻ തണൽ നൽകും, അവരെ കൂടി ഞാൻ സംരക്ഷിക്കും, ജീവിതത്തിലേക്ക് കൊണ്ടുവരും, അതിന്റെ പേരിലുള്ള പ്രയാസങ്ങളെ ഞാൻ ക്ഷമിക്കും, സഹിക്കും. ചോദിക്കട്ടെ, ഇതിൽ എന്താണ് സ്ത്രീ വിരുദ്ധത? ഇതിലെവിടെയാണ് പുരുഷാധിപത്യം? ഒരു ത്യാഗമാണ്, ഒരു ഭോഗമല്ല, ഒരു ത്യാഗം. ആരെയാണ് ഈ വിവാഹം കഴിക്കുന്നത്? ഈ രീതിയിലുള്ള സ്ത്രീകൾക്ക് ഒരു ജീവിതം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിന് ബഹുഭാര്യത്വം അല്ലാതെ എന്താണ് അതിനൊരു പരിഹാരം? അല്ലെങ്കിലും സ്വാഭാവികമായി ഏത് സമൂഹത്തിലും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും. ഏത് സമൂഹത്തിലും. ഇപ്പൊ ഇന്ത്യയിൽ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തിനേക്കാൾ കുറയുന്നു. എന്തുകൊണ്ടാ കുറയുന്നത്? അവൾക്കെല്ലാവരും അബോർഷൻ, ഒരു കുഞ്ഞുണ്ടാവുന്നു, ആ കുഞ്ഞ് പെൺകുട്ടിയാന്ന് മനസ്സിലായാൽ ആശുപത്രിയിൽ പോയി കുഞ്ഞിനെ കൊല്ലുന്നു. ഞാൻ ആ പദം അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു, കൊല്ലുന്നു. ആ കുഞ്ഞ് കരഞ്ഞ് പിടിച്ച് കയ്യിന് പിടിച്ച് എന്നെ കൊല്ലരുത് എന്ന് ആർത്ത് അട്ടഹസിച്ച് അതിന് കഴിയുന്ന രീതിയിൽ അവിടുന്ന് നിലവിളിക്കുന്നു. പക്ഷെ നമ്മൾ കൊല്ലുന്നു. എന്തിന്റെ പേരിൽ? അവരെ വളർത്താൻ കഴിയാത്തതുകൊണ്ട്. ഈ രംഗത്തെല്ലാം ഭൗതികവാദത്തിന് വലിയ സ്വാധീനമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട് മനുഷ്യർ അങ്ങനെ ചിന്തിക്കുന്നു? ആകെ സ്വാർത്ഥരാകുന്നു. ഒരു കുഞ്ഞിനെ പോലും ഒരു ശല്യമായി കരുതുന്നു. ഈ രീതിയിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ തല പോകുന്നു? നമ്മുടെ സ്ത്രീകൾ എന്തുകൊണ്ട് പ്രസവിക്കുന്നത് അപമാനമായി കരുതുന്നു? പ്രസവിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഇതെല്ലാം പഠിപ്പിച്ചത്, ഈ ആശയങ്ങളെല്ലാം കടന്നു വന്നത് ഇപ്പറഞ്ഞ ഭൗതികവാദത്തിൽ നിന്നാണ്. അല്ല എന്നാർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഏതായാലും ഇങ്ങനെ അബോർഷൻ റേറ്റ് വളരെ കൂടുതലാണ്. അതിൽ ആൺകുട്ടികളുടെ അബോർഷൻ റേറ്റും പെൺകുട്ടികളുടെ അബോർഷൻ റേറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പെൺകുട്ടികളാണ് അധികവും ഇതുപോലെ അബോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സ്ത്രീകളുടെ എണ്ണം കുറയുന്നു. അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. പ്രകൃതിപരമായി സ്വാഭാവികമായി അബോർഷൻ നടക്കാത്തൊരു സമൂഹത്തിൽ സ്വാഭാവികമായും സ്ത്രീകളുടെ എണ്ണമായിരിക്കും കൂടുതൽ പുരുഷന്മാരുടേതിനേക്കാൾ. ഈ സ്ത്രീകളെ എന്തു ചെയ്യണം? അവരാരെ ഏറ്റെടുക്കും? ഒരു യുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധത്തിൽ സ്വാഭാവികമായും സൈന്യത്തിൽ പുരുഷന്മാർ എന്നുള്ളവർക്ക് പുരുഷന്മാർ ധാരാളമായി വധിക്കപ്പെടും. അവിടെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകും. ഈ സ്ത്രീകൾ ആരെ ഏറ്റെടുക്കും? ഇങ്ങനെ ഒന്നുമല്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രകൃതിപരമായി ഒന്നിലധികം ഇണകളെ സ്വീകരിക്കാൻ കഴിയുന്നു. അവൻ ഒന്നിലധികം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നു, ഒരു ജീവിതം കൊടുക്കുന്നു. അതിലെന്താണ് തകരാറ്? എന്താണ് തകരാറ് എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ അത് തകരാറുണ്ട്. തകരാറ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾക്കാണ് ഞാൻ പറഞ്ഞ ഇസ്ലാം ഉത്തരവാദിയല്ല. ഞാൻ ഒന്നുകൂടി പറയട്ടെ, നമുക്കൊരു ഭാര്യയുണ്ട്, ആ ഭാര്യയോട് നമുക്ക് അതൃപ്തിയുണ്ട്. ആ അതൃപ്തി മാറ്റാനുള്ള ഏർപ്പാടല്ല ബഹുഭാര്യത്വം. അത് കൃത്യമായി മനസ്സിലാക്കണം. എനിക്കൊരു ഭാര്യയുണ്ട്, ആ ഭാര്യയോട് എനിക്ക് അതൃപ്തിയുണ്ട്. ആ അതൃപ്തി മാറ്റാനും ഭാര്യയോട് പ്രതികാരം തീർക്കാനുമുള്ള ഒരു ഏർപ്പാടല്ല ബഹുഭാര്യത്വം.
അങ്ങനെ ഒരു ബഹുഭാര്യത്വ സമ്പ്രദായം ഇസ്ലാമിന് പരിചയമേ ഇല്ല. ഇസ്ലാമിലെ ബഹുഭാര്യത്വം എന്താന്ന് ചോദിച്ചാൽ, എനിക്കൊരു ഭാര്യയുണ്ട്, അവളുമായുള്ള എൻ്റെ ബന്ധം 100% സംതൃപ്തമാണ്. 100% സംതൃപ്തമായിരിക്കെ തന്നെ മറ്റൊരുവൾക്ക് കൂടി അത്തരം 100% സംതൃപ്തമായ ഒരു ബന്ധം കൊടുക്കാൻ എനിക്ക് പടച്ചോൻ തന്ന കഴിവുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നു. അതാണ് ഇസ്ലാമിലെ ബഹുഭാര്യത്വം. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ, ഒരു പെണ്ണിനെ പറ്റാഞ്ഞാൽ അടുത്ത പെണ്ണ് ഇട്ടെന്നാണ്. ഒരു പെണ്ണുമായിട്ട് പ്രശ്നം ഉണ്ടായാലും അതിന്റെ പരിഹാരം അടുത്ത പെണ്ണ് ഇട്ടലല്ല. ആ പെണ്ണുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേറെ രീതികളുണ്ട്, ഇസ്ലാം നിർദ്ദേശിച്ച രീതികൾ. ആ രീതികൾ ഉപയോഗിക്കാണ് വേണ്ടത്. ഇവിടെ ഇസ്ലാമിന്റെ ഇൻസ്ട്രക്ഷൻസിനെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ആരെങ്കിലും ഈ രീതിയിൽ പ്രതികാരം തീർക്കാൻ ഒരാളെ പറ്റാത്ത അടുത്ത കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ, അടുത്ത കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ സ്ത്രീയെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഖുർആനിനെതിരാണ്, ഹദീസുകൾക്കെതിരാണ്. അവരൊന്നും ജീവിക്കുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങൾക്കനുസരിച്ചല്ല. അതിന് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നതിൽ അർത്ഥവുമില്ല. പക്ഷെ ഇസ്ലാം നിഷ്കർഷിച്ച രീതിയിൽ യഥാർത്ഥ രൂപത്തിലുള്ള ബഹുഭാര്യത്വം, അതിൽ മാനവികതയ്ക്ക് വിരുദ്ധമായി യാതൊന്നുമില്ല എന്നതാണ് സത്യം. അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മൂന്നാമത്തെ ഒരു വിഷയം ത്വലാഖിന്റെ വിഷയമാണ് ഇവിടെ പരാമർശിച്ചു പോയൊരു വിഷയം. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ വിഷയത്തിൽ ഭൗതികവാദിയുടെ വീക്ഷണം? വിനയത്തോടു കൂടി ഞാൻ ചോദിക്കട്ടെ. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു, അടിച്ച് പിരിഞ്ഞ് ഒരു നിലക്ക് മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തുന്നു. എന്തു ചെയ്യണം? ഭൗതികവാദിക്ക് നിർദ്ദേശിക്കാനുള്ള പരിഹാരം എന്താണ്? നമ്മുടെ ആഗ്രഹം പ്രശ്നമുണ്ടാകരുത് എന്നാണ്. പ്രശ്നമുണ്ടായാൽ ഒരു നിലക്കും പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇവർ രണ്ടുപേർക്കും അത് പീഡനമാണ്. ഭാര്യയ്ക്കും പീഡനം, ഭർത്താവിനും പീഡനം. അത്തരം ഒരവസ്ഥയിൽ എന്താണ് പരിഹാരം? വിവാഹമോചനമല്ലാതെ വേറൊരു പരിഹാരമല്ല. വിവാഹമോചനം തിന്മയായി കണ്ടിരുന്നു ക്രിസ്തുമതം. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ കുടുംബങ്ങളെല്ലാം ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. എന്താണ്? വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നു, ഒരു നിലക്കും പരിഹരിക്കാൻ കഴിയാതെ വരുന്നു, രണ്ടു കൂട്ടർക്കും ഇത് പീഡനമാകുന്നു. അപ്പോ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഈ പീഡനം സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിക്കും. ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിക്കും തന്നെ സൂയിസൈഡ് നടത്തും. അത് പത്രത്തിൽ വരെ ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇതെന്തുകൊണ്ടാണ്? അനിവാര്യമായ സന്ദർഭത്തിൽ വിവാഹമോചനം അനുവദിക്കാത്തതുകൊണ്ടാണ്. ഇസ്ലാം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ വിശുദ്ധമായൊരു കരാറാണ്. ഭൗതികവാദികളെ പോലെ ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ 4 ദിവസം ജീവിച്ചിട്ട് ഒഴിവാക്കി പോകാൻ പറ്റിയൊരു സംഭവമല്ല. ആ സ്ത്രീയെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കണം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ ഈ സ്ത്രീയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാകുന്നു. ആ മനസ്സിലാകുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം എന്ന് ഇസ്ലാം വളരെ കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ മനഃശാസ്ത്രപരമായ മാർഗങ്ങൾ. ആ മാർഗങ്ങളെല്ലാം പരാജയപ്പെട്ടാലാണ് ഇസ്ലാം വിവാഹമോചനം നിർദ്ദേശിച്ചത്. ആ മാർഗങ്ങളെല്ലാം പരാജയപ്പെട്ടിട്ടുള്ള ത്വലാഖ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കിയ പോലെ 3 തുപ്പൂപ്പലല്ല. അതിനാണ് നമ്മുടെ നാട്ടിലെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ 3 തുപ്പൂപ്പ, ത്വലാഖ് കഴിഞ്ഞ് ഒഴിവാക്കി. ഇങ്ങനെ ഒരു ത്വലാഖ് ഇല്ല ഇസ്ലാമിൽ. ഇസ്ലാമിലെ ത്വലാഖ് എന്താ വെച്ചാൽ, ഈ രീതിയിൽ എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളും ചർച്ചകളും മനഃശാസ്ത്ര ചികിത്സകളും എല്ലാം പരാജയപ്പെടുന്നു, ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ത്വലാഖ്, ആദ്യത്തെ വിവാഹമോചനം. ആ വിവാഹമോചനം കഴിഞ്ഞാൽ ഇദ്ദയാണ്. ഇദ്ദ കാലഘട്ടത്തിൽ ഈ പെണ്ണ് ജീവിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദ കാലയളവ് കഴിഞ്ഞാൽ പെണ്ണ് ജീവിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ്. ഭർത്താവിന്റെ വീട്ടിൽ, ഭർത്താവിന്റെ ചെലവിൽ, ഭർത്താവിന്റെ സംരക്ഷണത്തിൽ അവിടെ കഴിയുന്നു അവർ. ഇദ്ദ കാലയളവ് കഴിയുന്നത് വരെ എല്ലാ ചെലവും കൊടുക്കണം. വീട്ടിൽ ഒന്നും ആക്രമിക്കാൻ പാടില്ല ഒരു ദേഷ്യത്തിന്റെ പേരിൽ. പക്ഷേ ഭാര്യ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ പരസ്പരം സമ്പർക്കം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലൊരു തരി സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ 2 ആഴ്ച ജീവിക്കാൻ കഴിയില്ല. കാരണം ഇവർ പരസ്പരം കാണുന്നു, പരസ്പരം കണ്ടുമുട്ടുന്നു, ഇവർക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. പക്ഷെ കിടപ്പറയിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയൂല. ഇത് മനസ്സിലാകുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ 2 കൂട്ടരും തീരുമാനിക്കും തിരിച്ചു വരാം. എന്തിന് 2 ദ്വീപുകളായി ഒരു വീടിനകത്ത് താമസിക്കണം? ഇവർ വീണ്ടും യോജിക്കുന്നു. ഒരു നിക്കാഹിന്റെ ആവശ്യമല്ല. ഈ ഇദ്ദ കാലഘട്ടത്തിൽ തന്നെ ഇവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു. മനസ്സിലാക്കണം, വീണ്ടും മുന്നോട്ട് പോകുന്നു. കുറെ കഴിഞ്ഞ് പഴയ പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നു, പഴയ മനഃശാസ്ത്ര ചികിത്സകൾ ആവർത്തിക്കുന്നു, മധ്യസ്ഥ ചർച്ചകൾ ആവർത്തിക്കുന്നു. ഒരു രക്ഷയല്ലാതെ മനസ്സിലാകുന്നു, വീണ്ടും പിരിയുന്നു. അവിടെ ഇദ്ദ 2ാമത്തെ ഘട്ടം. അവിടെ ഇതേപോലെ ഇയാളെ ചെലവിൽ ഇയാളെ കൺമുന്നിൽ ജീവിക്കുന്നു. ഇയാൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കും. അങ്ങനെ തിരിച്ചെടുത്തു എന്ന് വിചാരിച്ചിട്ട് പിന്നെ 3ാമതും കഴിഞ്ഞു. 3ാമതും ഈ ചർച്ചകളെല്ലാം കഴിഞ്ഞു. 3ാമതും ത്വലാഖ് സംഭവിച്ചു. അതാണ് അവസാനത്തെ ത്വലാഖ്. അതാണ് ഇസ്ലാം പറയുന്ന അവസാനത്തെ ത്വലാഖ്. ആ ത്വലാഖിൽ എത്തണമെങ്കിൽ എത്ര പണിയുണ്ട്? ത്വലാഖിന് വേണ്ടി ഇസ്ലാം നിശ്ചയിച്ച നിബന്ധനകളെല്ലാം കൂടി വായിച്ചാൽ സാധാരണ ആൾക്കൊരു മനുഷ്യനെ കഴിയൂല എന്ന് പറഞ്ഞാൽ യോജിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് കഴിയൂല.
പക്ഷെ യോജിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് മനസ്സിലാകുന്ന ഒരു നിമിഷത്തിൽ അത് മാത്രമേ ഉള്ളൂ പരിഹാരം. രണ്ടുപേർക്കും ഇത് പീഡനാകരുത്. അത് സംഭവിക്കാതിരിക്കാനുള്ള സ്റ്റെപ്സ് മുഴുവൻ ഇസ്ലാം എടുത്തു. മുഴുവൻ സ്റ്റെപ്സ് എടുത്തു. ആ സ്റ്റെപ്സ് മുഴുവൻ എടുത്തിട്ട് ഇസ്ലാം പറഞ്ഞ എന്താ വെച്ചാൽ, മൂന്നാമത്തെ ത്വലാഖ് ചൊല്ലി ഇദ്ദാ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവളെ കല്യാണം കഴിക്കണമെങ്കിൽ വേറൊരാൾ കല്യാണം കഴിച്ചിട്ട് അവിടെ ഒരു ത്വലാഖ് സംഭവിക്കണം. അവിടെ ഒരു ത്വലാഖ് സംഭവിക്കണം. ഇത് കേൾക്കുമ്പോൾ നമ്മളെ യുക്തിവാദികൾക്കെല്ലാം ഇതാണ് ചടങ്ങല്യാണം. എന്ത് ചടങ്ങല്യാണം? ചടങ്ങല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായ അനാചാരം. ഇസ്ലാം പറഞ്ഞത് അതല്ല. ഇസ്ലാം പറഞ്ഞത് ഒരാളെ വിളിച്ചു കൊണ്ടിട്ട് വാടകയ്ക്ക് വിളിച്ചു കൊണ്ടിട്ട് പെണ്ണെട്ടിട്ട് ഒരു ദിവസം കൂടെ കടന്നുറങ്ങിയിട്ട് രാവിലെ മൊഴി ചൊല്ലുന്നല്ല. സ്വാഭാവികമായി ഈ സ്ത്രീക്ക് വിവാഹാന്വേഷണങ്ങൾ വരുന്നു. സ്വാഭാവികമായ വിവാഹാന്വേഷണങ്ങൾ. ആ സ്വാഭാവികമായ വിവാഹാന്വേഷണത്തിലൂടെ ഒരു വിവാഹം നടക്കുന്നു. ആ വിവാഹം നടന്നിട്ട് അവരിങ്ങനെ സുഖമായി ജീവിക്കുന്നതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ മനഃശാസ്ത്ര ചികിത്സകൾ ഉണ്ടാകുന്നു, മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടാകുന്നു. അത് പരാജയപ്പെടുന്നു. ഒന്നാമത്തെ ത്വലാഖ് സംഭവിക്കുന്നു. ഇദ്ദാ കാലം അയാളുടെ വീട്ടിൽ നിൽക്കുന്നു. ഈ ഇതേപോലെ എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കുന്നു. രണ്ടാമത്തെ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഈ പ്രക്രിയകൾ ആവർത്തിക്കുന്നു. ഇതേപോലെ ത്വലാഖ് ഉണ്ടാകുന്നു. ഇദ്ദാ കാലഘട്ടം ഉണ്ടാകുന്നു. മൂന്നാമത്തെ പ്രശ്നം ഉണ്ടാകുന്നു. മൂന്നാമത്തെ പ്രശ്നം ഉണ്ടായി ഈ ഇദ്ദയുടെ കാലത്ത് പിരിച്ചുവിടൽ നടക്കുന്നു. ഇങ്ങനെ നടക്കുമോ? സാധാരണ നിലക്ക് ഒരാൾക്ക് ഇത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഭാര്യയെ ഒഴിവാക്കാൻ കുഴപ്പമില്ല, 1 വർഷം കൊണ്ട് വേറെ പെണ്ണിട്ട് അതും വിവാഹമോചനത്തിൽ കലാശിച്ചോളും എന്നാരെങ്കിലും പ്രതീക്ഷിക്കുമോ? ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പൊ എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ ഒരു നിയമം വെച്ചു? ഇനി അവളെ തിരിച്ചു കിട്ടില്ല. കാരണം തിരിച്ചു കിട്ടണമെങ്കിൽ നിയമങ്ങൾ അത്രക്കും സങ്കീർണമാണ്. ആ തിരിച്ചു കിട്ടാത്തതുകൊണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെല്ലരുത്. നിനക്ക് ഇവളെ വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും തലാക്ക് ചൊല്ലിപ്പോകരുത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ആ നിയമം വെച്ചത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. ആ പെർഫെക്റ്റായ സംഭവത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്ത് തകരാറുകൾ ഉണ്ടാകാം. അത് മനുഷ്യൻ്റെ തകരാറുകളാണ്. ആ തകരാറുകൾ ഇസ്ലാമിൻ്റെ തകരാറുകളായി വ്യാഖ്യാനിക്കുന്നത് യഥാർത്ഥത്തിൽ യുക്തിയല്ല എന്നാണ് സൂചിപ്പിക്കാൻ. താങ്കൾ ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് സംസാരിച്ചതെന്ന് എനിക്ക് പറയാതെ വയ്യ. കാരണം എൻ്റെ ഓരോ കാര്യത്തിനും താങ്കൾ മറുപടി പറയുമ്പോഴും ഞാനൊരു യുക്തിവാദിയാണ് എന്ന മുൻധാരണയോട് കൂടിയിട്ടാണ് താങ്കളുടെ ഉത്തരങ്ങൾ ഓരോന്നായിട്ട് വന്നത്. കാരണം ഇവിടെ യുക്തിവാദത്തിൻ്റെ സമീപനം എന്താണ്, ഇവിടെ യുക്തിവാദികളുടേത് എന്താണ് എന്നൊക്കെയുള്ള ഓരോ തവണയും താങ്കൾ ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാനൊരു യുക്തിവാദിയാണ് എന്ന് താങ്കൾക്ക് എങ്ങനെ ഒരു മുൻവിധിയോട് കൂടി തീരുമാനിക്കാൻ കഴിഞ്ഞു? ഞാൻ മറ്റൊരു മതത്തിൻ്റെ വക്താവായിക്കൂടെ? ഞാൻ അതല്ല, എൻ്റെ സ്വപക്ഷത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളായിക്കൂടെ? എന്തായാലും അങ്ങനെ ഒരു താങ്കളുടെ മറുപടി ഖേദകരമായി പോയി എന്ന് പറയട്ടെ. ഇനി മറ്റൊരു കാര്യം, താങ്കളോട് പറഞ്ഞു 4 സ്ത്രീകളോടും സമത്വത്തോടു കൂടി പെരുമാറിയാൽ മാത്രമേ ഇസ്ലാം 4 കല്യാണത്തെ അംഗീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇസ്ലാമിൻ്റെ മുഹമ്മദ് നബി എന്ന പ്രവാചകന് പോലും 11 ഭാര്യമാരും ഉടമ്പടി പൂർത്തിയാക്കാത്ത 9 ഭാര്യമാരടക്കം 20 കല്യാണം കഴിച്ചു എന്ന് ചരിത്രമാണ്. ഈ ചരിത്രം ഞാൻ പറയുന്നതല്ല, ഇസ്ലാമിലെ മുഹമ്മദ് നബിയുടെ ജീവചരിത്രകാരന്മാരായ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ അടക്കമുള്ള ചരിത്രകാരന്മാർ വളരെ വിശദമായി അവരെ ഗ്രന്ഥങ്ങളിൽ അവർ പ്രതിപാദിച്ചിട്ടുണ്ട്, കാര്യകാരണ ആധികാരിക തെളിവുകൾ സഹിതം. അപ്പോൾ ഇസ്ലാമിലെ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോട് പോലും സമത്വം പുലർത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖദീജ ബീവിയുടെ മരണശേഷം അദ്ദേഹം 9 വയസ്സുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു. അതിനുശേഷം അദ്ദേഹം മറ്റ് പല കല്യാണങ്ങളിലേക്കും തിരിഞ്ഞു. അതോടൊപ്പം ഈ ഭാര്യമാരെ അദ്ദേഹം പലതവണ അവഗണിച്ചത് പല സ്ത്രീകളും അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയ സമയത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ പ്രതികരിക്കാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക ഖുർആനിക വചനം ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് താങ്കൾക്ക് മാത്രമുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ, ഇത് താങ്കൾക്ക് കൂടുതൽ സ്ത്രീകളുമായിട്ട് ഇത് ചെയ്യാം, അതിൽ ആരെ ഉൾക്കൊള്ളണം ആരെ അവഗണിക്കണം എന്നത് താങ്കൾക്ക് മാത്രമുള്ള നിയമമാണ്, ഇത് മറ്റുള്ളവർക്ക് അർഹമല്ല എന്ന ഖുർആനിക വചനമുണ്ടായി. അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ, ഞാൻ ആ പേര് ഓർക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാൾ പറഞ്ഞത്, മുഹമ്മദ് നബിയുടെ എൻ്റെ ഭാര്യ പദവി ഞാൻ ആയിഷ ബീവിക്ക് ഞാൻ വിട്ടുകൊടുക്കാം, എങ്കിലും എനിക്ക് റസൂലുള്ളാഹിന്റെ അവസാന കാലം വരെ റസൂലുള്ളാഹിന്റെ ഭാര്യയായി കഴിഞ്ഞ് മരിക്കാനുള്ളൊരു അവസരം മാത്രം എനിക്ക് നൽകിയാൽ മതി എന്നാണ്. കാരണം ഇത് ആ സ്ത്രീയുടെ മനോവിഷമത്തിൽ നിന്ന്, ആ മുഹമ്മദ് നബിയുടെ അവഗണനയിൽ വന്ന ഒരു ഖേദകരമായൊരു പ്രസ്താവനയായിട്ടാണ് സാധാരണ ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി താങ്കൾ മറ്റൊന്ന് പറഞ്ഞത്, ഇവിടെ യുക്തിവാദികൾക്ക് എത്ര പെണ്ണുങ്ങളുമായിട്ട് ഇത് ചെയ്യാതാക്കാം. കാരണം ഞാനൊരു യുക്തിവാദിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടോ മതവാദികളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടോ നിരീശ്വരവാദികളുടെ പ്രതിനിധിയായിട്ടോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പക്ഷത്തിൽ അധിഷ്ഠിതമായ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ചോദിക്കാനുള്ളത്.
ഇവിടെ എനിക്ക് അതിൻ്റെതായ ലേബിളൊന്നും നൽകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞത് അതായത് റെൻ്റലായിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടിന്, അതായത് വേശ്യകളെ തേടുന്നതിനേക്കാൾ നല്ലത് ഇവിടെ 3ഉം 4ഉം കല്യാണം കഴിച്ച് നല്ല സുഖസുന്ദരമായിട്ട് ലൈംഗിക ചോദനയെ അടക്കി സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നല്ലേ എന്നാണ്. എന്നാൽ ഞാൻ പറയട്ടെ, മുത്തുക എന്ന് പറയുന്ന കല്യാണം ഇസ്ലാമിൽ ആധികാരികമായിട്ട് തന്നെ പറയുന്നുണ്ട്. തെളിവുകൾ ഞാൻ വേണമെങ്കിൽ പിന്നീട് ഞാൻ വേണമെങ്കിൽ ഇത് ചെയ്യാം. കാരണം ഞാൻ ഇപ്പോൾ ഒരു മുന്നൊരുക്കത്തോടു കൂടി വന്നതല്ല, ഞാനൊരു പബ്ലിക് പ്രോഗ്രാം എന്ന രീതിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മുത്തുക കല്യാണത്തിൽ പറയുന്നത് കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് മാസത്തേക്ക്, കുറച്ച് വർഷത്തേക്ക് വേണമെങ്കിൽ താങ്കൾക്ക് മറ്റ് സ്ത്രീകളെ, അതായത് ഇത് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിൽ നിക്കാഹ് വേണ്ട, അതിൽ മൊഴിച്ചൊല്ലലും വേണ്ട എന്ന് മുതലാണ് ഇത്തരം ഉടമ്പടിയിലേക്ക് ചെന്നെത്തുന്നത്. അതിന് നിശ്ചിത സംഖ്യ കൊടുക്കണം. അതോടൊപ്പം ആ ഉടമ്പടി എന്നാണോ പൂർത്തിയാവുന്നത് അന്ന് തൊലാക്ക് ചൊല്ലുകയും വേണ്ട. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എക്സ്പയറി, അതായത് അതിൻ്റെ അവസാന ഘട്ടം ദിവസം കഴിയുന്നതോടുകൂടി അത് സ്വാഭാവികമായിട്ടും ആ കണക്ഷൻ കട്ടായി പോകും എന്നുള്ളതാണ്. ഈ ഒരു മുത്തുക കല്യാണത്തെ ഇന്നും ഷിയ എന്ന് പറയുന്ന മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ ഇത് സുന്നി എന്ന് പറയുന്ന സുന്നി വിഭാഗങ്ങൾ അടങ്ങുന്ന ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, സുന്നി EKAP ഇങ്ങനെയുള്ള പലവിധ സുന്നി പ്രസ്ഥാനങ്ങളുടെ ഉപവിഭാഗങ്ങളുണ്ട്. അവർക്കിടയിൽ ഇത് സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫ ശ്രീ ഉമർ അദ്ദേഹം അതിനെ ഒരു നിയമം മൂലം നിരാകരിച്ചു. അങ്ങനെ നിരാകരിക്കാൻ ഓരോ നിയമവും ഇസ്ലാമിൻ്റെ കഴിയും എങ്കിൽ ഇസ്ലാമിക ഭൂസ്വത്ത് നിയമം മാത്രമല്ല, ഇസ്ലാമിൻ്റെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, അതേപോലെ മറ്റേ ഹജ്ജ്, ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും ഖലീഫമാർക്കെന്നല്ല ഇത്തരം മതപണ്ഡിതന്മാർക്കും വ്യാഖ്യാതാക്കൾക്കും മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ മുത്തുക കല്യാണം ഇന്നും ഷിയ വിഭാഗങ്ങൾക്കിടയിലും ചില സുന്നി വിഭാഗങ്ങൾക്കിടയിലും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ റെന്റലായിട്ട് സ്ത്രീകളെ പുൽഗാം എന്ന് പഠിപ്പിച്ചൊരു മതം കൂടിയാണ് ഇസ്ലാം. നിങ്ങൾ അത്തരം കാര്യങ്ങളെ കാണാതെ ഒരു യുക്തിവാദി അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഇത് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാതെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആധികാരികമായിട്ട് പറയൂ സുഹൃത്തെ. എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്.